എൻ്റെ പേര് ഭവനേഷ് കൃഷ്ണ എന്നാണ്. ഏതായാലും കമ്പനിയുടെ DTP പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യാണ്. സാർ പരിചയപ്പെടുത്തി, പേര് ഭവനേഷ് കൃഷ്ണ എന്നാണ്. കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം എന്ന് പറയുന്നൊരു പ്രദേശത്താണ് എൻ്റെ സ്വദേശം. നിലവിൽ ഞാൻ എറണാകുളത്തൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു മൈലസ്റ്റൈലിൽ കടന്നു വന്നത്. അതിനുശേഷം കമ്പനിയുടെ ആദ്യ റാങ്ക് എത്തിയ സമയം മുതൽ ഫുൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മൈലസ്റ്റൈൽ ഏറ്റെടുത്തു. എൻ്റെ പ്രവർത്തന എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ അച്ചീവ്മെന്റുകളൊക്കെ നിങ്ങളുടെ മുൻപിലേക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്കൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയുള്ളൊരു സപ്പോർട്ട് ആണ് നമ്മുടെ ഭാഗത്തുനിന്ന്, കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഏതായാലും ഇന്ന് കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഒട്ടനവധി ആളുകളുണ്ട് എന്നറിയാം. അപ്പൊ എല്ലാവരോടും ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, തുടക്കം മുതൽ ഒടുക്കം വരെ എന്തൊക്കെ പ്രയാസം വന്നാലും വിട്ടുപോകാതെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുക. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, ഒരു പണി തുടങ്ങിയാൽ അവസാനം കണ്ടേ നിർത്താവൂ എന്നാണ് ഞാൻ ചുരുക്കം പറഞ്ഞത്. പലപ്പോഴും എല്ലാവർക്കും ഉള്ള ശീലമാണ്, ഒരു പണി തുടങ്ങി വിട്ടിട്ട് പോകാനൊക്കെ തോന്നും, എന്നാലും വിട്ടിട്ട് പോരുത്, അവസാന ഘട്ടം വരെ നമ്മൾ പോരാടുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ വിജയം ഉണ്ടാവുന്നത്. എന്തായാലും ഈ കമ്പനിയിൽ വന്നു, ലീഡേഴ്സ് പറയുന്ന പ്രകാരം, കമ്പനി പറയുന്ന പ്രകാരം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇന്ന് സീലിംഗ് അച്ചീവറായിട്ട് മാറാനും, 26ാമത്തെ വയസ്സിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 30ാമത്തെ വയസ്സിനുള്ളിൽ തന്നെ ആഴ്ചയിൽ 2,10,000 എന്ന് പറയുന്നൊരു മാജിക് ഫിഗർ ഇൻകം മേടിച്ചെടുക്കാനും ഇത് വലിയൊരു ടീമിനെ മാനേജ് ചെയ്ത് പോകാനൊക്കെ കൃത്യമായിട്ട് സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മളെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫാമിലിയാണ് മൈ ലൈഫ് സ്റ്റൈൽ. നമുക്കറിയാം, ഇതൊരു ഫാമിലി ആയിട്ട്, നമ്മൾ കുടുംബമായിട്ട് ഫാമിലി പോലെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ 1ലും 2ലും വന്ന ആളുകൾ നമ്മുടെ കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മളെ കുടുംബാംഗങ്ങളാണ് എന്ന രീതിയിൽ വളരെ സ്നേഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ത്യ ഏറ്റവും വലിയ ഫാമിലി ആയിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടണം. നമ്മളെല്ലാവരും എന്തിനാണ് നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിലെ മീറ്റിങ്ങിന് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ തന്നെയാണ്. എന്ത്, എന്തിന്, എങ്ങനെ, ഈ 3 ചോദ്യത്തിന് ഉത്തരം, വാട്ട്, വൈ, ഹൗ, ഈ 3 ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടും. ഈ ഒരു മീറ്റിംഗ് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപക്ഷെ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ 3 ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും വിട്ടുപോകാതെ ഒരു ട്രെയിനിങ് ഇരിക്കുന്ന രീതിയിൽ തന്നെ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. മറ്റു കാര്യങ്ങളുടെ ഇടയിലൂടെ ഈ കാര്യം കേൾക്കാതിരിക്കുക. പരമാവധി ആളുകൾ നമ്മൾ ഹാളിൽ ഇരുന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ട്രെയിനിങ്ങിനെ കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ആളുകളും വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം കാണുക. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? കൃത്യത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ് എന്ന് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഈ അറിവില്ലാത്തവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സമ്പാദിക്കാൻ പറ്റുന്നത്. എന്താണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് ഇവിടെ വളർച്ച ഉണ്ടാകുന്നത്. കാരണം ഇവിടെ ഇടനിലക്കാരന്റെയും പരസ്യക്കാരന്റെയും പണിയാണ് നമ്മുടെ പണി. ഇടനിലക്കാരും പരസ്യക്കാരും എന്താണോ ചെയ്യുന്നത്, അവർ ചെയ്യുന്ന പണി വളരെ വൃത്തിയിൽ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റ്, ഡയറക്ട് സെല്ലിംഗ്, ഇടനിലക്കാരും പരസ്യക്കാരും. അപ്പൊ നമ്മുടെ കുട്ടികളായാലും നമ്മളായാലും പഠിച്ചൊരു ജോലി, പ്രത്യേകിച്ച് മലയാളീസ് പഠിച്ചിട്ടൊരു ജോലി എന്നൊരു കാഴ്ചപ്പാട് നമ്മളിലുണ്ട്, എല്ലാവരിലും ഉണ്ട്. ഡോക്ടർ ആവണം, അഡ്വക്കേറ്റ് ആവണം, അല്ലെ, IT പ്രൊഫഷൻ ആണ്. ഇതൊക്കെ നമ്മളൊരു ഇങ്ങനൊരു പ്രൊഫഷൻ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ നല്ല ജോലിയിൽ പോകണം എന്ന് നമുക്ക് ആഗ്രഹമുള്ള ഉണ്ടാവുന്ന കാരണം വരുമാനം തന്നെയാണ്. ഏറ്റവും കൂടുതൽ പണി ഇപ്പം വെറുതെ ഇരിക്കുകയാണ്, സമയം പോകാൻ വേണ്ടി എന്തെങ്കിലും പണിക്ക് ആരും പോവില്ല. ജീവിക്കണമെങ്കിൽ നമുക്കറിയാം തൊഴിൽ വേണം, അല്ലെ, പണം വേണം, അതിന് തൊഴിൽ വേണം. അപ്പൊ അത് നല്ല തൊഴിലാവാൻ എല്ലാവരും ആഗ്രഹിക്കും. അതുകൊണ്ട് പഠന ജീവിതം കഴിഞ്ഞ് ഒരു ഡിഗ്രി, അല്ലെ, 3 വർഷമോ 5 വർഷമോ നമ്മൾ എക്സ്ട്രാ കോഴ്സ് എടുത്ത് പഠിച്ച് ഒരു നല്ലൊരു ജോലി നമ്മൾ നേടി, അങ്ങനെ 1 ലക്ഷം 2 ലക്ഷം ശമ്പളമുള്ള ജോലിയിലോട്ട് നമ്മൾ പോവാറുണ്ട്. എന്നാൽ അത് പറഞ്ഞ് അതിക്ക് മുകളിലുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. യാതൊരു തർക്കവുമില്ല. കാരണം എൻ്റെ രീതി പറഞ്ഞാൽ, ഞാൻ എൻ്റെ പഠന ജീവിതം കഴിഞ്ഞ് അറിയാണ്ട് എത്തിപ്പെട്ട ഒരാളാണ്. ഇന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നോക്കുമ്പോൾ, എൻ്റെ +2 പഠനം കഴിഞ്ഞ് ഞാനൊരു 5 വർഷത്തെ കോഴ്സായിട്ട് മൈലേജിനെ കണ്ട സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എഞ്ചിനീയറും ഡോക്ടറും ടീച്ചറും അഡ്വക്കേറ്റും ഒക്കെ വാങ്ങുന്നതിനേക്കാളും വലിയ വരുമാനം വാങ്ങി നല്ല ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് പോകാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതാനുഭവം.
ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എനിക്കുണ്ടായ അനുഭവം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം 140 യൂണിവേഴ്സിറ്റിയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ 140 യൂണിവേഴ്സിറ്റിയിൽ ഒരു പാഠ്യ വിഷയമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന. നമുക്ക് എല്ലാവർക്കും അറിയാം 140 യൂണിവേഴ്സിറ്റി പാഠ്യ വിഷയം. MBA-ക്കും BBA-ക്കും BCom-നും ഒക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഈ മാർക്കറ്റിംഗ് രീതി പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഷുൽനി യൂണിവേഴ്സിറ്റിയിൽ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് കോഴ്സ് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ, ഡയറക്ട് സെല്ലേഴ്സ് കോഴ്സ് എടുത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് നടക്കുന്നുണ്ട് എന്ന് കാലം മാറി എല്ലാവരുടെയും ലോകം മൊത്തം വിരൽത്തുമ്പിലാണ്. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സെർച്ച് ചെയ്ത് പഠിച്ച് ചെയ്യാൻ പറ്റും. ഇത് മുൻവിധികളാണ് പലർക്കും ഉള്ളത്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അതാണ് ഇതാണ്, ആളെ ചേർക്കുന്ന ആളെ പിടിക്കുന്നതാണ്. അത്തരം തെറ്റിദ്ധാരണകൾക്ക് പകരം ഈ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചു മാറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ലോകത്തിലെ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ലോകത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകൾ, വേൾഡ് ഡയറക്ട് സെല്ലർ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എല്ലാം, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഡയറക്ട് സെല്ലിങ്ങിന്റെ വക്താവാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു യഥാർത്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ബിസിനസിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ട്രഡീഷണൽ ബിസിനസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന്. കാരണം ഇത് ഡയറക്ട് സെല്ലിങ്ങിന്റെ വക്താവാണ് അദ്ദേഹം. 2-3 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഓണറാണ് അദ്ദേഹം. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ട്രംപ് നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് നിലവിലെ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് 2 തരം കച്ചവടങ്ങളാണുള്ളത്. നമുക്ക് ഉൽപ്പന്നം, നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ പോയി മേടിക്കുന്നതാണ് ഒരു രീതി. അതിനെ ട്രഡീഷണൽ പരമ്പരാഗത കച്ചവട രീതി എന്ന് പറയുന്നു. എന്നാൽ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്ത കച്ചവട രീതിയാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ വ്യത്യാസം, ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ട്രഡീഷണൽ ബിസിനസ്സിലെങ്കിൽ ഡയറക്ട് സെല്ലർ ആവുക എന്ന് പറഞ്ഞാൽ ലോ കോസ്റ്റ് ആണ്. വളരെ ചെറിയ ചെലവിൽ നമുക്ക് വരുന്നുള്ളൂ. മാർക്കറ്റിംഗ് പ്ലേസ് വേണമെങ്കിൽ ഇവിടെ ഒരു മാർക്കറ്റിംഗ് പ്ലേസിന്റെ ആവശ്യമില്ല, അല്ലെ? ട്രഡീഷണൽ ബിസിനസ്സിൽ നമുക്ക് എംപ്ലോയി വേണം അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ഇവിടെ എംപ്ലോയിന്റെ ആവശ്യമില്ല. ടൈം പീരീഡ് 8 മുതൽ 12 വരെ വർക്കിംഗ് അവർ ഡെയിലി വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കൃത്യമായ ടൈമില്ല. നമുക്ക് വർക്ക് ഇല്ലെങ്കിൽ ഇൻകം ഇല്ല, ഇവിടെ പാസീവ് ഇൻകം ആണ്. ടീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാസീവ് ഇൻകം ആണ്, അല്ലെ? റിസ്ക് അവിടെ 100% റിസ്ക് ആ ബിസിനസിന്റെ അവർക്കാണ് ഉള്ളതെങ്കിൽ ഇവിടെ നമുക്ക് ബിസിനസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല. നമുക്ക് ഇൻകം 10 to 20% പ്രത്യേക ശതമാനം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അൺലിമിറ്റഡ് ഇൻകം സോഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഡയറക്ട് സെല്ലിങ്ങിനുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. USA, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, കാനഡ പോലത്തെ ഒട്ടനവധി രാജ്യങ്ങളിൽ അവരുടെ പോപ്പുലേഷനെ കുറിച്ചും ആ പോപ്പുലേഷൻ ഉണ്ടാകുന്ന ടേൺ ഓവറിനെ കുറിച്ചും ഒക്കെ ശതമാനം വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യ പോലത്തെ രാജ്യത്തിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് സക്സസ് ആവണമെങ്കിൽ ജനസംഖ്യ വേണം, അല്ലെ? നമ്മൾ നെറ്റ്വർക്ക് ബന്ധങ്ങളിലൂടെ പോകുന്ന ബിസിനസ്സാണ്. അതേപോലെ തന്നെ ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം, അല്ലെ? ബന്ധങ്ങളിലൂടെ പോണതാണ്. അപ്പം ഇതിനൊക്കെ സാധ്യതയുള്ള രാജ്യം നമ്മുടെ രാജ്യമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ ഇൻഡസ്ട്രി നാളുകൾ ഏറ്റവും വേഗത്തിൽ പോകുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് നാളുകളിൽ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഹിസ്റ്ററി? അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാ വ്യവസായവും വളർന്നു വരുന്നത് പോലെ തന്നെയാണ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ നമ്മുടെ ഹിസ്റ്ററിയും വരുന്നത് അങ്ങനെ തന്നെയാണ്. അമേരിക്കൻ മാർക്കറ്റിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിച്ച ഒരു കച്ചവട തന്ത്രമാണ് അമേരിക്കയിൽ 1940 ആരംഭിച്ച ഒരു കച്ചവട തന്ത്രമാണ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോടതി 1977 ഇത് അംഗീകരിക്കുന്നത്. കാരണം 37 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുപിടിച്ച രാജ്യത്ത് പോലും കൃത്യമായ നിയമം ഉണ്ടാവുന്നത്. അതിനുശേഷം ഇന്ത്യയിൽ വരാൻ നേരം വൈകാനുള്ള കാരണം നമുക്കറിയാം, ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെ സഹായത്തിലാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. 1990-കളിൽ കമ്പ്യൂട്ടർ വന്നതിന് ശേഷമാണ് 1996 ആട്, തേക്ക്, മാഞ്ചിയം, മണിച്ചീൻ, അത് ഇതെന്ന് പറഞ്ഞ് നല്ലതും ചീത്തയുള്ള കമ്പനിയുടെ കടന്നുവരവ്. 96 കാലഘട്ടം മുതൽ 2011 കാലഘട്ടം വരെ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ഇതിനിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എല്ലാം മണി ചെയിൻ സിസ്റ്റമാണ് എന്ന രീതിയിൽ പ്രൈസ് സ്ട്രിക്റ്റ് ആൻഡ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് പ്രകാരം ഈ വ്യവസായത്തെ ഗവൺമെന്റ് ബാൻ ചെയ്യപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായി 2011. അതിന് ശക്തമായിട്ട് ട്രേഡ് യൂണിയനുകൾ രംഗത്ത് വന്നു. കാരണം യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് മാർച്ചുകൾ, സമരങ്ങൾ, നിയമസഭാ കുത്തിരിപ്പ് സമരം, ഒരുപാട് സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട്
1995 ജനിച്ച മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ വ്യവസായത്തെ 1978 ആക്ട് പ്രകാരം അത് ബാൻ ചെയ്യപ്പെടുന്നതിനെതിരെ സംസാരിക്കുകയും അതിനെതിരെ കൃത്യമായി ഇന്ത്യ ഗവൺമെന്റ് പഠിക്കാൻ ആവശ്യപ്പെടുകയും ഇന്ത്യയിലെ ഫിക്കി എന്ന് പറഞ്ഞ സംഘടന, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ കൊമേഴ്സ് ഇൻഡസ്ട്രീസ്, കൃത്യമായിട്ട് അവർ പഠനം നടത്തി. ഇതിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഡയറക്ട് 2040 എന്ന് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ KPMGയുടെ റിപ്പോർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇത് ഡയറക്ട് സെല്ലിംഗ് ഗ്ലോബൽ ഇൻഡസ്ട്രി ആണെന്നും അതിലൂടെ ആളുകളെ എംപവർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള വ്യവസായമാണെന്നും 60% 2025 കൂടി സ്ത്രീകൾ ഭരിക്കാൻ പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഏറ്റെടുക്കുന്ന ഇൻഡസ്ട്രി ആണെന്നും ഗവൺമെന്റ് കണക്ക് പ്രകാരം ഒരുപാട് ടേൺ ഓവർ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ ഈ മേഖലയിൽ കൂടെ. ഇതെല്ലാം കൃത്യമായിട്ട് നികുതി ഇനത്തിന് കൃത്യമായിട്ട് നികുതി കിട്ടുന്ന വ്യവസായമാണ് നമ്മളെ ഡയറക്ട് സെല്ലിംഗ്. ഒരു 500 രൂപയ്ക്ക് പോലും ഇന്ത്യ ഗവൺമെന്റ് കൃത്യമായിട്ട് ടാക്സ് കൊടുക്കുന്നുണ്ട്. ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് MRP GST കൊടുത്തിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതൊക്കെ വിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൃത്യമായ കാരണത്തിനാൽ ഗവൺമെന്റ് ഡയറക്ട് 2014 ഇങ്ങനെ ഒരു പഠനം നടത്തിയ അടിസ്ഥാനത്തിലാണ് 2015 കേരള ഗവൺമെന്റ് ഗസറ്റിൽ ഈ ബിസിനസ് ആധികാരികമായി പബ്ലിഷ് ചെയ്യുന്നു. ഇതിന് കൃത്യമായ ഒരു ഫിനാൻസ് ബില്ല് ഇറങ്ങുന്നു. ഇങ്ങനെ 1940 ലോകത്തിൽ കണ്ടുപിടിച്ച ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇതിന് കൃത്യമായ ഏതൊരു വ്യവസായവും വളർന്നു വരുന്ന അതേ രീതിയിൽ കൃത്യമായ നിയമനിർമ്മാണം നടന്ന് ഇതിനെ സംരക്ഷിക്കാൻ തൊഴിലാളി സംഘടനകൾ, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് സംഘടിക്കാൻ CITയും BMS INTUC ST പോലത്തെ തൊഴിലാളി സംഘടനകളുടെ സപ്പോർട്ടും, അതുപോലെ ഇത്തരം കമ്പനികൾക്ക് ഡയറക്ട് സെല്ലിംഗ് ഫെഡറേഷൻ, FDSA പോലത്തെ അസോസിയേഷനൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായി. ഇത് ഗസറ്റിന്റെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഗസറ്റിന്റെ കോപ്പിയാണ്, നമ്മളെ കേരള ഗസറ്റിന്റെ കോപ്പിയാണ്. അപ്പം ഇന്നിപ്പോ 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നമ്മുടെ മൈലേജ് സെല്ലിംഗ് കമ്പനി. അപ്പം അതിന്റെ വീഡിയോസ് ഉണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ആ വീഡിയോ കാണിക്കുന്നില്ല. നിയമസഭയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് നമുക്ക് പിന്നീട് കാണിക്കാം. ഏതായാലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിങ്ങിന് നമുക്കറിയാം, പണം എവിടെ ഉണ്ടോ അവിടെ തട്ടിപ്പുണ്ടാവും. പണം ഇത് കോടികൾ മറയുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ ഇവിടെയും തട്ടിപ്പുകൾ ഉണ്ടായേക്കാം. അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DSMA ഡയറക്ട് സെല്ലിംഗ് മോണിറ്ററിംഗ് അതോറിറ്റി ഗവൺമെന്റ് കൊണ്ടുവരുന്നു. 2018 അതിന്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡയറക്ട് സെല്ലിംഗിന്റെ മാർഗരേഖാ പ്രകാശനം ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അത് നടത്തിയതുപോലെ മന്ത്രി P. തിലോത്തമൻ സാറായിരുന്നു അതിന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. അങ്ങനെ ഒരുപാട് IAS IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായി ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചു, അല്ലെങ്കിൽ അതിന് മോണിറ്ററിംഗ് സംവിധാനം ഗവൺമെന്റ് കൊണ്ടുവന്നു. അതിന് കൈപ്പുസ്തകം ഇറക്കിയ കൈപ്പുസ്തകത്തിൽ മുഖ്യമന്ത്രി പറയുന്ന കൃത്യമായ കാര്യങ്ങൾ നമ്മളെ കൈപ്പുസ്തകം, ഗവൺമെന്റ് ഇറക്കിയ ഗിലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൈപ്പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ വീഡിയോ ഫോട്ടോ ഞാൻ എന്റെ നിയമസഭയിലുള്ള വീഡിയോസ് ഉണ്ട്, നമുക്കത് സംസാരിക്കാം. ഏതായാലും ഡയറക്ട് സെല്ലിങ്ങിന് തീർച്ചയായിട്ടും മാർഗരേഖാ പ്രകാശം വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം, ഒരു വെബ് പോർട്ടൽ വേണം എന്ന് ആവശ്യപ്പെട്ടു. യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ പേര് പബ്ലിഷ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകളും അതുപോലെ ലീഡേഴ്സും എല്ലാവരും കമ്പനിയും ഒക്കെ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ കൃത്യമായി അതിന്റെ കാര്യവും 2025 നടന്നു എന്നുള്ളതാണ്. 2025 ഫെബ്രുവരി 19 തിരുവനന്തപുരത്ത് വെച്ചിട്ട് യഥാർത്ഥ ഡയറക്ട് സെല്ലിങ്ങിന്റെ പേര് പബ്ലിഷ് ചെയ്യുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വെബ് പോർട്ടൽ ഉദ്ഘാടനം നടത്തിയ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ തരത്തിൽ ഇന്ന് 2025 100% ലീഗൽ ബിസിനസ് ആയി ഗവൺമെന്റ് ഏറ്റെടുത്ത ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് മൈലേജ് സെൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, വന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകൾ പങ്കെടുത്ത സാഹചര്യങ്ങളൊക്കെയാണ്, അത് ജസ്റ്റ് ഒന്ന് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മുടെ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാനേജ്മെന്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉള്ള ഒരു മാനേജ്മെന്റ് ആണെന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കമ്പനിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും മികച്ച ഒരു കമ്പനിയായിട്ട് ഇന്ന് നമ്മുടെ കമ്പനി കത്തിക്കയറുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സത്യം. നോക്കൂ, ഇതൊരു 5 years കോഴ്സ് പോലെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന ഒരു വർഷം സമയം കളയാതെ ബിൽഡ് എ ടീമിനെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക. ഒരു ടീം നമുക്കൊരാൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു നേതാവ് ഉണ്ടാകുന്നത് അണികൾ ചേരുമ്പോഴാണെങ്കിൽ ആ നേതാവ് മുന്നിൽ നടക്കുമ്പോഴേ അണികൾ ചേരൂ എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിട്ട് ആളുകൾ വന്നാലും വന്നില്ലെങ്കിലും മുന്നേ നടക്കാൻ നമ്മൾ തയ്യാറായാൽ വലിയൊരു ടീം നിങ്ങൾക്കുണ്ടാവും. പലരും ശ്രദ്ധിക്കുന്ന കാര്യം, ടീമില്ല സാർ അതുകൊണ്ട് ഞാനില്ല, അങ്ങനെ പറയാതെ നമ്മളുണ്ടെങ്കിൽ ടീം താനെ വന്നു ചേരും. അതുകൊണ്ട് നിങ്ങൾ ലീഡറായി നേതാവായി മുമ്പിൽ നടക്കാൻ നിങ്ങൾ തയ്യാറായി നിങ്ങൾക്ക് ഉഷാറായിട്ട് നിങ്ങൾക്ക് ടീം ഉണ്ടാക്കാൻ സാധിക്കും. ആ ഒരു ടീമിന് ഉണ്ടാക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ നന്നായി ട്രെയിൻ ചെയ്യുക, അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് നന്നായി ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ പഠിപ്പിക്കണമെങ്കിൽ ആദ്യത്തെ ഒരു വർഷം ടീം ഉണ്ടാക്കുന്ന സമയം നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ കാര്യങ്ങൾ പഠിച്ചാലേ അവരെ പഠിപ്പിക്കാൻ കഴിയും. അവരെ പഠിപ്പിച്ചാൽ പിന്നെ പഠിച്ച ആളുകൾ നമ്മുടെ ടീമിൽ വരുമ്പോൾ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാം.
അത് നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ആരെയും പിണക്കാതെ നമ്മൾ അവരെ സ്നേഹത്തോടെ മെയിൻറ്റെയിൻ ചെയ്യലാണ് അടുത്ത ഘട്ടം. അങ്ങനെ 2-3 കൊല്ലത്തെ ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല ലീഡേഴ്സ് ജനിക്കുകയും അങ്ങനെ നിങ്ങൾക്ക് നല്ല നല്ല അസറ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ സാധിക്കും. ഒരു 1-2-3 കൊല്ലം ഒന്ന് സീരിയസ് ആയിട്ട് ശക്തമായിട്ട് ചെയ്താൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഞാൻ പഠിക്കും മൈലേജ് സ്റ്റൈൽ ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് 3 സബ്ജക്റ്റുകളിൽ ഞാൻ വിജയിക്കണം. ഈ 3 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിത വിജയം നേടാനുള്ള സബ്ജക്റ്റ് ആണ്. ഒന്ന്, ടൈം മാനേജ്മെന്റ്, സമയം കളയാതെ എങ്ങനെ പണിയെടുക്കാം എന്ന് മൈ ലൈഫ് പഠിപ്പിക്കും. അതുപോലെ പീപ്പിൾ മാനേജ്മെന്റ്, ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാം. കാരണം എന്റെ പ്രായം ചെറുതാണ്, എന്നേക്കാൾ മുതിർന്നവരെ, എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരെ, എന്നേക്കാൾ സാമ്പത്തികമുള്ളവരെ ഞാൻ മാനേജ് ചെയ്യണം. സ്വാഭാവികമായിട്ടും ആരെയും പ്രയാസപ്പെടുത്താതെ മാനേജ് ചെയ്യണമെങ്കിൽ ആ പീപ്പിൾ മാനേജ്മെന്റ് നമ്മുടെ കമ്പനി നമ്മൾ പഠിപ്പിക്കും. അതുപോലെ മണി മാനേജ്മെന്റ്, കമ്പനി നമുക്ക് ആഴ്ച 1000, 2000, 10000, 20,000 ലക്ഷങ്ങളൊക്കെ വരുമാനം തരും. അങ്ങനെ പണം കൈകാര്യം ചെയ്യാൻ, പണം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ആ പണം നിലനിർത്താനാണ് പാട്. അത്തരം മണി മാനേജ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ 3 സബ്ജക്റ്റിൽ നമ്മൾ വിജയിച്ച് ജീവിതത്തിൽ വിജയിച്ച വ്യക്തിയായിട്ട് മാറും. അപ്പം അത്തരം ഒരു വലിയൊരു പാഠമാണ് ശരിക്കും മൈ ലൈഫ് നമുക്ക് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, 11 വർഷം വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയ ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈലിലെ മാനേജ്മെന്റ്. ഇന്ന് നമുക്ക് ആ ടോപ്പ് 10 ലിസ്റ്റ് പരിശോധിച്ച് ഇന്ത്യയിലെ ടോപ്പ് 10 ലിസ്റ്റിൽ നമുക്ക് നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി മാനേജ്മെന്റ് ആണ് നമ്മുടെ കമ്പനി. ദെൻ എന്തുകൊണ്ടാണ് നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്: പ്ലാൻ, ലീഡേഴ്സ്, മാനേജ്മെന്റ്, പ്രോഡക്ട്സ്. ഈ 4ഉം ഒത്തുണങ്ങിയ കമ്പനിയാണ് നമ്മുടെ കമ്പനി. എനിക്ക് എപ്പോഴും അഭിമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ഏതൊരു കമ്പനിയെ കുറിച്ച് പറയുമ്പോഴും ആ കമ്പനിയുടെ പേരാണ് പെട്ടെന്ന് ആളുകൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ബ്രാൻഡിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് മാർക്കറ്റിൽ. ഈ മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അറിയുന്നത് എലമെന്റ്സ് ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിനേക്കാളും വലിയ സന്തോഷം കമ്പനിക്ക് പോലും വേറെ വരാനില്ല. കാരണം തന്റെ ബ്രാൻഡിന്റെ പേരിൽ മാർക്കറ്റിൽ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു ലെവലിലൂടെ നമ്മുടെ ഉൽപ്പന്നത്തെ കൊണ്ടെത്തിക്കാൻ നമ്മുടെ മാനേജ്മെന്റ് സാധിച്ചതാണ് ശരിക്കും മൈ ലൈഫ് ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം. 2013 ഓഗസ്റ്റ് മാസം 14 തീയതി ഡൽഹി ആസ്ഥാനമാക്കിയാണ് നമ്മുടെ കമ്പനി ആരംഭിക്കുന്നത്. 1000-ലധികം ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യയിൽ നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. ISO 9001 2015 സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണ് നമ്മുടെ പ്രൊസീജിയർ. അതുപോലെ കോർപ്പറേറ്റ് മെമ്പർ ഇൻ ഫിക്കിയിൽ ഒരു കോർപ്പറേറ്റ് മെമ്പറാണ് നമ്മുടെ കമ്പനി. FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ മെമ്പറാണ് നമ്മുടെ കമ്പനി. അത് റിക്രൂട്ടിംഗ് ഏജൻസി, സ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ഗവൺമെന്റ് സ്കിൽ ഇന്ത്യയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് നമ്മുടെ മൈലേജ് സ്റ്റൈൽ പ്രവർത്തിക്കുന്നു. ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് 2019, 22, 24 3 തവണ ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് എലമെന്റ്സ് വെൽനസിന് കിട്ടി ടൈംസ് ഓഫ് ഇന്ത്യയുടെ. അതുപോലെ സ്വന്തമായിട്ട് R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ മാനേജ്മെന്റ്. സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി കൃത്യമായിട്ടുള്ള ഒരു കമ്പനി മാനേജ്മെന്റ് ആണ്. 22-ലധികം ആയുഷ് സർട്ടിഫിക്കേഷൻ പ്രൊഡക്ട്സ് ഉള്ള ഒരു മാനേജ്മെന്റ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ. നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനിയിൽ ഇന്ത്യൻ പ്രൊഡക്ട്സ്, ഇന്ത്യൻ കമ്പനി. സ്റ്റാർട്ടഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഇന്ന് മൈ ലൈഫ് സ്റ്റൈലിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയും ശക്തമായി നമുക്ക് പോകുന്നത്. ഫസ്റ്റ് ഇന്ത്യൻ ഹൈബ്രിഡ് ബൈനറി ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ന് 11 വർഷം സക്സസ്ഫുൾ ആക്കിയൊരു കമ്പനിയാണ് നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ഒരുപാട് 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 വിശേഷങ്ങൾ നമുക്ക് മൈ ലൈഫിൽ പറയാനുണ്ട്. ഇന്ന് 2022 കുറച്ച് മുമ്പത്തെ ടേൺ ഓവർ ആണ്, 1500 കോടിക്കധികം ടേൺ ഓവറുള്ള ഒരു മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ. അപ്പൊ ഇങ്ങനെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് നമുക്ക് ഡൽഹിയിലും രജിസ്റ്റേർഡ് ഓഫീസ് ചെന്നൈയിലുമാണ്. നമ്മുടെ വെബ്സൈറ്റാണ് താഴെ കാണുന്നത്. അതേപോലെ തന്നെ ISO 9001 2015 സർട്ടിഫിക്കേഷൻ നമ്മുടെ ഈ പ്രൊസീജിയറിന് കിട്ടിയ കാര്യമാണ്. അതുപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ മെമ്പർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ നേരത്തെ പറഞ്ഞ ഫിക്കിയിലെ അംഗത്വമുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഒരേ ഒരു കമ്പനിയാണ് നമ്മൾ മൈ ലൈഫ് സ്റ്റൈൽ. വലിയ വലിയ വൻകിട കമ്പനികളിൽ അതുപോലെ ഡയറക്ട് സെല്ലിംഗ് മേഖലകളിൽ നമ്മുടെ കമ്പനിക്കാണ് അംഗത്വമുള്ളത്. ഇവർ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, 70% സാധാരണക്കാരുമായിട്ട് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് ടൂർ കൊണ്ടുപോയ ഒരു കമ്പനിയാണ്. 1200-ലധികം ആളുകളുമായിട്ട് ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക് ട്രിപ്പ് കൊണ്ടുപോയ ഒരു കമ്പനി മാനേജ്മെന്റ്. അതിൽ 70% സാധാരണ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ്. ഞാനും ഇതിൽപ്പെട്ട ഒരാളാണ്. ഞാനും ആദ്യമായിട്ടാണ് കമ്പനിയിൽ നിന്നാണ് ആദ്യമായിട്ടൊരു വിമാനയാത്ര മൈ ലൈഫ് സ്റ്റൈൽ ത്രൂ ആണ് നമ്മൾ പോകുന്നത്. അങ്ങനത്തെ ഒരു മാനേജർ, അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികൾ സൃഷ്ടിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ തിരിഞ്ഞുകൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനോടൊരു പ്രയാസം തോന്നുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കസ്റ്റമർ സംസാരിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യാൻ ഒരു കാരണം എന്താണ്?
അത് പ്രധാനപ്പെട്ട കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ഇതൊരു മണി ചെയിൻ ഏർപ്പാടാണ് എന്ന്. ആ തെറ്റിദ്ധാരണകൾ ആളുകളെ സംബന്ധിച്ച് എന്താണ് മണി ചെയിൻ? നമുക്കറിയാം, മണി ചെയിൻ എന്ന് പറഞ്ഞാൽ പണം മാത്രം കൈവയ്ക്കുകയും ചെയ്യുന്നതിനെയാണ് മണി ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ പക്ക കച്ചവടമാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ക്യാഷ് കൊടുക്കുന്നു, ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഒരു വ്യക്തിയോട് നമ്മൾ പണം ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ഒരു തരത്തിലും പണം വാങ്ങുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ, ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് പൈസ കൊടുത്താൽ ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ ലഭിക്കും എന്നുള്ളതാണ്. അത് പക്ക കച്ചവടമാണ്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. മറ്റൊരു കാര്യം, ഒരു ചെയിന് ഏർപ്പാടാണ്. എന്താണ് ചെയിന്? ചെയിന് എന്ന് സാധാരണക്കാർ പറയുന്നതിന് കാരണം എന്താണ്? ആളെ ചേർക്കുന്ന പരിപാടിയാണ്, കുറുക്കു വഴിയിൽ പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. ഇതിനൊക്കെ ചില ഉത്തരങ്ങൾ നമ്മൾ ഓരോരുത്തരും കൈകളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ചെയിൻ എന്ന് പറഞ്ഞാൽ, സാധാരണ ചെയിൻ എന്ന് പറയുന്നു, അതിനെ പറയുന്നത് സിസ്റ്റം എന്നാണ്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഇല്ലാതെ, ചെയിൻ ഇല്ലാതെ ഒരു കച്ചവടവും ലോകത്ത് നടക്കില്ല. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഓരോരുത്തരുടെയും അങ്ങാടിയിൽ ഒരു ബിൽഡിംഗ് ചെയിന് പോലെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടു ആ ചെയിനിലേക്ക് ഓരോരുത്തരെ ചേർത്തെങ്കിൽ മാത്രമേ വാടക കിട്ടൂ എന്നുള്ള സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഏതൊരു ബിസിനസ്സുകാരൻ നോക്കിയാൽ മതി. ഇപ്പൊ എപ്പോഴും നമുക്ക് മോട്ടിവേറ്റ് ആയി നിൽക്കുന്ന ഏതൊരു ഓണേഴ്സും അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സും എല്ലാവരും ചെയ്യുന്നത് നെറ്റ്വർക്കാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അറിയാത്തത് സാധാരണക്കാർക്കാണ്. അവർക്ക് ഒരിക്കലും ചെയിനില്ല, അവരുടെ ജീവിതത്തിൽ ചെയിനില്ല. അവര് പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പാസീവ് ഇൻകത്തെ കുറിച്ചോ നമ്മളുള്ള സമയത്ത് ജീവിതം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ കുടുംബം എങ്ങനെ പോകുന്നു ചിന്തിക്കുന്ന സാഹചര്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അത്തരം ചില ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് എടുക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ചെയിൻ ഉണ്ടാക്കുക? ചെയിൻ ലൈഫിൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടാക്കുക ജീവിതത്തിൽ നിർബന്ധമായ ഒരു കാര്യമാണ്. കുറുക്കുവഴിയിൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന വാക്കുകൾ കേൾക്കാറുണ്ട്. കാലം മാറി. നമുക്കറിയാം, ഒരു കാലത്ത് ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കലും ഇടലൊക്കെ നമുക്ക് അരമണിക്കൂർ, ഒരു മണിക്കൂറിന്റെ പണിയാണെങ്കിൽ, കാലം മാറിയ സമയത്ത് ATM കൗണ്ടർ വന്നപ്പോൾ സ്പീഡ് കൂടി, വീണ്ടും സ്പീഡ് കൂടി. ഇന്ന് ഗൂഗിൾ പേ, ഫോൺ പേ സംവിധാനം വന്നപ്പോൾ സെക്കൻഡുകളുടെ കാര്യമായിട്ട് മാറി. അപ്പം കാലഘട്ടം വേഗത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒപ്പത്തിനൊപ്പം ഓടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോവുകയുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ ബിസിനസ് ആണ് എന്ന് മനസ്സിലാവും. എന്താണ് ട്രഡീഷണൽ ബിസിനസ്? ട്രഡീഷണൽ ബിസിനസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ് നിലവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ഇപ്പൊ യൂസഫ് അലി സാർക്ക് ഇവിടെ ഒരു ലുലു മാൾ ഉണ്ട്. അദ്ദേഹത്തിന്റെ ലുലു മാൾ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഉറപ്പിച്ചു പറയും അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ ചെയിനിന്റെ കണ്ണികളാണ് എന്ന് ഉറപ്പിച്ച് പറയാം. കാരണം അദ്ദേഹം ഉണ്ടാക്കിയ നെറ്റ്വർക്കിലെ, ടീം വർക്കിലെ അദ്ദേഹത്തിന്റെ കണ്ണികളാണ് ആ ഷോറൂം തുറക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിന് ഏത് ബിസിനസ്സാണ്, റിലയൻസിന്റെ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ പോലും അത് ആ അംബാനി വന്നിട്ടല്ല, അല്ലെങ്കിൽ അവർ വന്നിട്ടല്ല തുറക്കുന്നത്, പകരം അതിന്റെ ചെയിനിലെ കണ്ണികളാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം നെറ്റ്വർക്കിന്റെ ആളുകൾ തന്നെയാണ്. അപ്പൊ നെറ്റ്വർക്കാണ് എല്ലാം. അപ്പൊ ട്രഡീഷണൽ ബിസിനസ് നടക്കുന്ന രീതി എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാനുഫാക്ചർ ഉണ്ടാവും. ഒരു സോപ്പ് ആയാലും പേസ്റ്റ് ആയാലും, ഞാൻ ഉൽപ്പന്നങ്ങളുടെ പേര് പറയുന്നില്ല, പകരം എന്ത് ഉൽപ്പന്നമാണെങ്കിലും ഒരു ഫാക്ടറിയിൽ നിർമ്മിക്കുന്നു. ആ ഫാക്ടറിയിൽ ഉൽപ്പന്നം പരസ്യക്കാർ ആദ്യം ആ ഉൽപ്പന്നം പരിചയപ്പെടുത്താൻ താരമൂല്യമുള്ള ആളുകൾ അഭിനയിച്ച പരസ്യങ്ങൾ വേണം. അല്ല, താരമൂല്യം ഉള്ള ആളുകൾ അഭിനയിക്കണം, അല്ലെ? അത്തരം പരസ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാർ വാങ്ങുള്ളൂ. അവർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർമാർ, ഇന്ത്യയിൽ മൊത്തം വിതരണം ചെയ്യാൻ ലൈസൻസ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടർമാർ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു. അവർക്കൊരിക്കലും നമ്മുടെ പ്രദേശത്തെ ചെറിയ കടയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവർ ഇന്ത്യയിൽ 3, 4, 5 സോണൽ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറെ അവർ കണ്ടുപിടിക്കണം. അതിന് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിൽ സോണൽ ഡിസ്ട്രിബ്യൂട്ടർ, നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, മിഡിൽ എന്ന് പറഞ്ഞ 4, 5 സോണൽ ബേസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറെ ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ കണ്ടുപിടിക്കേണ്ടി വരും. അവർക്ക് ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ സാധനം നമുക്ക് എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു സോണൽ അണ്ടറിൽ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർമാരും ഒരുപാട് സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും. ഒരു സോണലാണ് കേരള, തമിഴ്നാട്, കർണാടക ഒക്കെ. നമ്മളൊക്കെ ഒരു സോണലാണ്. ആ സോണൽ അവരുടെ സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർമാരും ആ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ഒരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക്, ഒരു സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ജില്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടാവും. അവർക്ക് കൈമറിയുന്നു. അവരത് ഹോൾസെയിൽ ഡീലേഴ്സിന് കൈമറിയുന്നു. ആ ഹോൾസെയിൽ കടക്കാരാണ് വണ്ടികളിലാക്കിയിട്ട് 10 സോപ്പ് വെക്കട്ടെ, 10 പേസ്റ്റ് വെക്കട്ടെ, ഓരോ കടയിൽ പോയി പിടിക്കണം. നമ്മളൊക്കെ വീടിന് ചുറ്റുമുള്ള കടകളിൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യണം. ഇത്തരം ഒരു ചെയിനിലൂടെയാണ് നിലവിലെ കച്ചവടം, ട്രഡീഷണൽ പരമ്പരാഗത കച്ചവട രീതി നടക്കുന്നത്. പക്ഷേ ഇവിടെ ആരും ഇത്തരം വരയ്ക്കുന്നില്ല, വട്ടം വരയ്ക്കുന്നില്ല, അല്ലെങ്കിൽ വരച്ചു കാണിച്ചു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. വരയ്ക്കുമ്പം എല്ലാം തന്നെ അത് ചെയിൻ എന്നല്ല പറയാ, അതൊരു സിസ്റ്റമാണ്. ഇത്തരം ഒരു സിസ്റ്റം ത്രൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അതിന് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നിങ്ങൾ സിസ്റ്റത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ വരച്ചു തരും, ഇത്തരം കുറെ കാര്യങ്ങൾ വരച്ചു തരും.
അതിനെ പറയുന്നത് സിസ്റ്റം എന്നാണ്. അത്തരം സിസ്റ്റം സാധാരണക്കാരന് ഇല്ല എന്നുള്ളതാണ്. സാധാരണക്കാരൻ ഇത്ര സിസ്റ്റം വന്നാലേ സാധാരണക്കാരൻ അസാധാരണക്കാരനാവുള്ളൂ. സാധാരണക്കാരൻ അസാധാരണക്കാരനായ നമ്മുടെ രാജ്യം രക്ഷപ്പെടുള്ളൂ. ഒരു രാജ്യത്തിന്റെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പെർ ക്യാപിറ്റ ഇൻകം വളരണം, സാധാരണക്കാരൻ അസാധാരണക്കാരനാവണം. അതിനാവണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ത്യൻ ഡയറക്ടർ ഇൻഡസ്ട്രി മൈൽ എസ്റ്റേറ്റ്. ഒരു തർക്കമില്ല. ഒരുപാട് നമ്മളിപ്പോൾ ഒരുപാട് സാധാരണക്കാരൻ അസാധാരണക്കാരനായിട്ട് മാറുന്ന ഒരു വ്യവസായമാണ് ഈ വ്യവസായം. അത്തരം റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് ഉൽപ്പന്നം എത്തുന്നു. ആ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത്. ഇതാണ് നിലവിലെ കച്ചവടമെങ്കിൽ ഡയറക്ട് മാർക്കറ്റ്. അപ്പം ഇടനിലക്കാരൻ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് പ്ലസ് മാർക്കറ്റിംഗ് കോസ്റ്റ് ആണ് MRP. നമ്മൾ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്തിട്ടാണ് ഉപഭോക്താക്കൾ സാധനങ്ങൾ മേടിക്കുന്നതെങ്കിൽ ശരിക്കും കച്ചവടത്തിന് ലാഭം ഉണ്ടാക്കുന്ന ഫാക്ടറികളെക്കാളും വിൽക്കുന്ന കടക്കാരെക്കാളും ഏറ്റവും കൂടുതൽ ലാഭം കിടക്കുന്നത് ശരിക്കും ഇടനിലക്കാരായിട്ടുള്ള പരസ്യക്കാർ. കാതലായിട്ടുള്ള കാര്യം നിൽക്കുന്നത് ഇടനിലക്കാരും പരസ്യക്കാരുമാണ്. ആ ഇടനിലക്കാരനും പരസ്യക്കാരനും പണിയാണ് ഡയറക്ട് സെല്ലിംഗ് ത്രൂ നമ്മളും ചെയ്യുന്നത്. കച്ചവടത്തിൽ ഏറ്റവും വലിയ പണമുള്ള ഏരിയ ആണ് ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഏരിയ. ആ ഏരിയയിലാണ് നമ്മളും പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി ഇടനിലക്കാരെയും പരസ്യക്കാരെയും പണിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിവിടെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു പരസ്യക്കാരുടെ പണിയാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ആ ലക്ഷങ്ങൾ വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ, അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു ഗ്രാഫാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, എന്നറിയാത്തവർക്കായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും ആളുകൾ ജീവിക്കുന്ന 4 തരത്തിലാണ്: എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ്. ഏതെങ്കിലും ഒരു കാറ്റഗറി, നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കാറ്റഗറിയില്ല. എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സമയം വിറ്റ് ജീവിക്കുന്നവരാണ്. സെൽഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കീഴിലല്ല, സ്വയം തൊഴിലെടുക്കുന്നവരാണ്. ബിസിനസ് ആളുകൾ എന്ന് പറഞ്ഞാൽ സമയം വാങ്ങി ജീവിക്കുന്നവരാണ്. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കണം, അവരുടെ പണം അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു. അപ്പൊ ഇങ്ങനെ 4 തരത്തിലാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ ആര് വേണേൽ പരിശോധിച്ചാലും ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് പെട്ട ആളുകൾ സമൂഹത്തിൽ വളരെ 95% കൂടുതൽ ആൾക്കാരും അവരാണ്, എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും ആണ്. റൈറ്റ് സൈഡിലുള്ള ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറി 5% ഉള്ളൂ അവര്. എന്നാൽ ഈ പറഞ്ഞ 95% ആൾക്കാരെ കഴിയുന്ന സമ്പത്ത് 5% ഉള്ളൂ. എന്നാൽ ഈ 5% ആളുകളുടെ കയ്യിലാണ് 95% സമ്പത്ത് നിൽക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാം, ശ്രദ്ധിച്ചവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ ഓർഗനൈസ് ആ ബ്രാൻഡ് നിങ്ങൾ വൺ സൈഡിലുള്ള ഇടതുഭാഗത്തുള്ള ആളുകൾ, എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ് കാറ്റഗറി, എന്തുകൊണ്ടാണ് അവിടെ സമ്പത്ത് കുറയാൻ കാരണം അവരവരുടെ മേഖലകളിൽ അവർ ഒറ്റയ്ക്ക് പണിയെടുക്കണം എന്നുള്ളതാണ്. അവിടെ ഒരു ടീം വർക്ക് ഒന്നുമില്ല, ഒറ്റയ്ക്ക് പണിയെടുത്തോളണം എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും എങ്കിൽ റൈറ്റ് സൈഡിലെ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് കാറ്റഗറി ആളുകൾ അവർ ഒറ്റയ്ക്കല്ല പണിയെടുക്കുന്നത്, അവർ ടീമായിട്ടാണെന്നുള്ളതാണ് വ്യത്യാസം. ആ ഒറ്റയ്ക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ലിമിറ്റഡ് ഇൻകം ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ ആക്റ്റീവ് ഇൻകം ആയിരിക്കും ഉണ്ടാവുക. കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ പൈസയുള്ളൂ, ഇല്ലെങ്കിൽ പൈസയില്ല. എന്നാൽ റൈറ്റ് സൈഡിലുള്ള കാറ്റഗറി ആളുകൾ അവർ പണിയെടുത്തില്ലെങ്കിൽ പൈസ വരാൻ കാരണം അവരുടെ മേഖലകളിൽ അവർ ഒറ്റയ്ക്കല്ല പണിയെടുത്ത ടീമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാം, അതുകൊണ്ട് പാസീവ് ഇൻകം. ഈ ഒരു ഒറ്റ കാരണം അറിയുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ആഗ്രഹമുണ്ട് സാധാരണക്കാരനാവാൻ, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരും അസാധാരണക്കാരനാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത്. നോക്കൂ, നമുക്ക് ലൈഫ് ഗ്രാഫ് ഒന്ന് പരിശോധിക്കാം. ലൈഫ് ഗ്രാഫിൽ 20 വയസ്സ് വരെ നമ്മൾ ഏറ്റവും മനോഹരമായ സമയമാണ്. കാരണം 20 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളെ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാന കാലഘട്ടമുണ്ട്, നമ്മളെ ഏർണിംഗ് പീരീഡ്. നമ്മൾ സമ്പാദിക്കേണ്ട 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകുന്ന ആ കാലയളവ് അല്ലെ. അതിനുശേഷം വീണ്ടും ഒരു കാലഘട്ടം വളരെ മോശം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മോശമാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. വീണ്ടും കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാലഘട്ടം. അങ്ങനെ 3 കാലഘട്ടങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് ഒരു ലൈഫിൽ. എന്നാൽ വളരെ ചുരുങ്ങിയ സമയത്താണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സമയമുള്ളൂ. അതുകൊണ്ട് ഉള്ള സമയം, നമുക്ക് ഓടാൻ പറ്റുന്ന സമയം കൃത്യമായിട്ട് സമയം കളയാതെ നമ്മൾ സമ്പാദിക്കാൻ തയ്യാറായ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമായ ഒരു ജീവിതം ഈ ഒരു ലൈഫിൽ ഉണ്ടാവുന്നതാണ്. നോക്കൂ, അപ്പൊ നമുക്ക് എക്സ്പെൻസ് ചാർട്ട് നമുക്കറിയാം. എക്സ്പെൻസ് ചാർട്ട് നമുക്ക് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാകും. ഒരു ജീവിതത്തിൽ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് ഏറ്റവും വലിയ ആവശ്യങ്ങൾ വരുന്നത് ഒരു വീട് വെക്കുന്ന കാര്യങ്ങളായിരിക്കാം, കുട്ടികളുടെ വിവാഹമായിരിക്കാം, മുതിർന്ന നമ്മളെ മാതാപിതാക്കളുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആവാം. ഇതെല്ലാം നമുക്ക് വരുന്നത് എപ്പോഴും നമ്മുടെ 50, 60 ആ ഒരു ഏജിലാണ് എപ്പോഴും നമുക്ക് വലിയ ആവശ്യങ്ങൾ വരുന്നത്. അതുവരെ നമുക്കൊരു പക്ഷേ 1000 രൂപയുടെ ശമ്പളം കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും ഒരു പക്ഷേ.
എന്നാൽ വലിയ ആവശ്യങ്ങൾ, ഇത്തരം ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വലിയ കടക്കണിയിലേക്ക് പോകുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരും. ഒരു അസുഖം വന്നാലോ, വീട് വെക്കേണ്ട കാര്യങ്ങൾ വന്നാലോ, കുട്ടികൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നാലോ, ഇത് മനസ്സിലാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നോക്കാൻ കണ്ണുള്ള, അല്ലെ അത്തരം ദൂരത്തേക്കെങ്കിലും നോക്കാൻ കഴിവുള്ള ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന 2, 3, 4 തലമുറ അങ്ങോട്ട് കാണാൻ കണ്ണുള്ളവരാണ് യഥാർത്ഥ ബിസിനസ്സുകാരെങ്കിൽ, സാധാരണക്കാരനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് പറയാനുള്ള കാര്യം, അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിലേക്കെങ്കിലും നമ്മൾ നോക്കാനുള്ള കണ്ണ് നമുക്കുണ്ടാവണം. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാർ ചെറിയ ചെറിയ പ്രായത്തിൽ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. 20 വയസ്സിലെ സമ്പാദിക്കുന്നവർ ചിലപ്പോൾ 30 വയസ്സിലായിരിക്കും സമ്പാദിക്കുന്നതിന്റെ അല്ലെങ്കിൽ പണം ഉണ്ടാക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുക. ചില ആൾ 40 വയസ്സിലായിരിക്കും തിരിച്ചറിയുക. ചില ആൾക്ക് 50 വയസ്സിലായിരിക്കും സമ്പത്ത് ഉണ്ടാക്കേണ്ട ആവശ്യകത മനസ്സിലാക്കുക. എന്നാൽ ചില ആൾക്കാർ 60-ലായിരിക്കാം. ചില ആൾ ജീവിച്ചിട്ട് കാര്യമില്ല, അവർക്ക് സമ്പത്ത് ഉണ്ടാക്കേണ്ട ആവശ്യകത മനസ്സിലാവുകയില്ല. ഇനി നിങ്ങൾക്ക് എപ്പോഴാണോ മനസ്സിലായി, എന്നെ കേൾക്കുന്നവർക്കൊക്കെ അത് മനസ്സിലായതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയാണ്, നിങ്ങളെ നേരെ പ്രായത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടീം വർക്കിലൂടെ നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ പോലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് ഈ കമ്പനി നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെലവിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. 1920 കാലഘട്ടം നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരു രൂപ കൊണ്ട് ജീവിച്ച നാടാണ് അല്ലെ, ആളുകളുണ്ട്. ഒരു രൂപ കൊണ്ട്, വെറും ഒരു രൂപ കൊണ്ട് ഒരു കുടുംബം മനോഹരമായിട്ട് ഒരു മാസം പോയിട്ടുണ്ട്. എന്നാൽ 20 വർഷങ്ങൾക്ക് ശേഷം 1940 കാലഘട്ടം വന്ന സമയത്ത് വലതുഭാഗത്ത് ഒരു 0 കൂടി. 0-ന് വിലയില്ല എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗത്ത് വന്ന വില ഇല്ലെങ്കിലും വലതുഭാഗത്ത് വന്നൊരു വില തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളത് 10 മാറി. വീണ്ടും കാലഘട്ടം മാറി. 20 വർഷങ്ങൾക്ക് ശേഷം 1960 കാലഘട്ടം വന്ന സമയത്ത് 100 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബം ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ഓരോ 20 വർഷം കൂടും തോറും ഓരോ 0 കൂടുന്നു എന്നുള്ളതാണ് സത്യം. 1980 കാലഘട്ടം ഒരു കുടുംബത്തിന് ജീവിക്കാൻ 1000 രൂപയുണ്ടെങ്കിലേ സാധിക്കൂ എന്നൊരവസ്ഥ വന്നു. മനസ്സിലാക്കണം, ഇതൊക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പഴയ കാലത്തെ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ആ സിനിമയിലെ ചില ഡയലോഗ്സിൽ തീർച്ചയായിട്ടും ഇത്തരം ശമ്പളത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. ഒന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണക്കുകൾ വളരെ കറക്റ്റ് ആണ് എന്നുള്ളത്. 1980 കാലഘട്ടം എന്നെ കേൾക്കുന്ന പലർക്കും അറിയാവുന്നതായിരിക്കും. 4 സംഖ്യ ശമ്പളമുള്ള കാലഘട്ടം. 2000 കാലഘട്ടം എനിക്ക് പോലും ഓർമ്മയുള്ള കാലഘട്ടമാണ്. 2000 കാലഘട്ടം 10,000 രൂപയുടെ ഒന്നും ആവില്ല. 10,000 രൂപയെങ്കിലും ഉണ്ടെങ്കിലേ ഒരു കുടുംബം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ 2000 എനിക്ക് പരിചയമുണ്ട്. എന്നാൽ 2020 എനിക്ക് പരിചയമുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് 2020 കാലഘട്ടമാണ്. ഇത് 2020 കാലഘട്ടങ്ങളാണ്. 25 അല്ലെ, 2020 കാലഘട്ടം കഴിഞ്ഞു. നമുക്കറിയാം ഇന്ന് ഒരു കാറും ബൈക്കും ഒക്കെയുള്ള, ഇന്നിപ്പോ എല്ലാ വീടുകളിലും ഉണ്ട്. ബൈക്കില്ലാത്ത വീടുകളില്ല, എന്നാൽ കാറുകൾ ഓൾമോസ്റ്റ് വീടുകളിൽ കാറുണ്ട്. ഇത് കാർ നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ കുടുംബത്തിന് തീർച്ചയായിട്ടും ഇന്ന് 10,000 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചാൽ മതി. ഇന്നൊരു 10,000 രൂപ ഒരു മാസം കുടുംബത്തിന് കിട്ടിയാൽ ഇന്ന് ജീവിച്ചു പോകാൻ പറ്റുമോ? ദിവസം 1000 രൂപ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്ക് മാസം 30,000 രൂപ. ഭാര്യയും കൂടി ഓടിയാൽ തന്നെയുള്ളൂ, അല്ലെങ്കിൽ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ തികയൂ എന്നൊരവസ്ഥ. സ്വാഭാവികമായിട്ടും 10ഉം 50ഉം കിട്ടിയിട്ട് പോലും തികയാത്ത അവസ്ഥയാണ് ഇന്ന്. ഇത് മനസ്സിലാക്കണം. 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഇന്ന് നോർമലായിട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. ഈ കണക്കുകൾ ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരു 20 വർഷം കഴിയാനുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെയും കാലഘട്ടമാണ്. 2040 എന്ന് പറഞ്ഞ കാലഘട്ടം. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ വലതുഭാഗത്ത് ഒരു 0 കൂടി കൂടും. 10 ലക്ഷം രൂപയുണ്ടെങ്കിലേ ഒരു മാസം ഒരു കുടുംബം ജീവിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമാണത്. അത്രയ്ക്ക് വേഗത്തിലാണ് ജീവിത ചെലവുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു വർധനവ് നമ്മുടെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാവാൻ ഒരിക്കലും സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അനിവാര്യമാണ്. നമുക്കറിയാം, പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എങ്ങനെയാണ് സമയത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വിജയിച്ചവരും പരാജയപ്പെട്ടവർക്കൊക്കെ ദൈവം കൊടുത്ത സമയം 24 അവേഴ്സാണ്. എന്നാൽ 24 മണിക്കൂറിൽ ചില ആളുകൾ സക്സസ് ആവുന്നു, ചില ആൾക്കാർ പരാജയപ്പെടുന്നു. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അവരുടെ സമയം 12 മണിക്കൂർ അവർ തൊഴിലെടുക്കുന്നു, ഒരു വരുമാനം കിട്ടും. എന്നാൽ ചില ആളുകൾ അധിക വരുമാനത്തിന് വേണ്ടിയിട്ട് ഓവർ ടൈം എടുക്കുന്നു. സ്വാഭാവികമായിട്ട് 15 മണിക്കൂർ പണിയെടുക്കുമ്പോൾ 12 മണിക്കൂർ പണിയെടുക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്നു. എന്നാൽ ചില ആൾക്കാർ ഡബിൾ ഡ്യൂട്ടി എടുക്കുന്നു. അതായത് 24 മണിക്കൂർ ഡബിൾ ഡ്യൂട്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 12 മണിക്കൂറിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്നു. ചുരുക്കം പറഞ്ഞാൽ കൂടുതൽ സമയം പണിയെടുത്താൽ കൂടുതൽ പൈസ ഉണ്ടാക്കാം. എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ 24 മണിക്കൂറിൽ കൂടുതൽ പണിയെടുക്കാൻ കഴിയില്ല. എങ്കിൽ ബിസിനസ്സുകാർക്ക് സാധിക്കും. കാരണം 12 മണിക്കൂർ പണിയെടുക്കുന്ന 100 ആളുകളുടെ സമയമാണ് അവർ വാങ്ങുന്നത്. 12 മണിക്കൂർ പണിയെടുക്കുന്ന 100 ആളുകളുടെ സമയം വാങ്ങുക. നിങ്ങളുടെ വിദ്യാഭ്യാസം ഞാൻ നിങ്ങൾക്ക് ശമ്പളം തരാം, നിങ്ങളെ സമയം എനിക്ക് താ.
എന്നാണ് ബിസിനസ്സുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 12x100 1200 മണിക്കൂർ, 24 മണിക്കൂറിനുള്ളിൽ 1200 മണിക്കൂർ പണിയെടുക്കുന്നവരൊക്കെ, കണക്കുകൾ ശരിയാണെന്നോട് ചോദിക്കരുത്, 24 മണിക്കൂറിനുള്ളിൽ 1200 മണിക്കൂർ പണിയെടുക്കുന്ന ആളുകൾ അല്ലെ, സ്വാഭാവികമായിട്ടും കോടീശ്വരന്മാരാണ് അല്ലെ. അത് നമുക്കൊന്നും പറയാനില്ല. അപ്പൊ ഇത്തരം വർക്കിംഗ് അവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കച്ചവടത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അയ്യേ, ഞാൻ കച്ചവടം ചെയ്യാനോ, ഞാൻ സോപ്പ് വെക്കാനോ, ഞാൻ പേസ്റ്റ് വെക്കാനോ അല്ലെ. അത് നമുക്ക് എന്തോ ഒരു ചെറിയ പ്രയാസം ഒരു പക്ഷെ തുടക്കക്കാരിൽ ഉണ്ടായേക്കാം. മനസ്സിലാക്കണം, വാങ്ങുന്നവന്റെ കൈ എന്നും താഴെയാണ്, കൊടുക്കുന്നതിന്റെ കൈ എന്നും ഉയർന്നു നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ വിൽപ്പന എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. കച്ചവടം അല്ലെ, മാർക്കറ്റിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാർക്കറ്റിങ്ങിന്റെ പങ്ക് ചെറുതല്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൊഴിൽ വേണം. ഏതൊരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ തൊഴിൽ വേണം, ഏതെങ്കിലും ഒരു തൊഴിൽ വേണം, എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. എന്തിനാണ് തൊഴിലിൽ പോകണമെന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, പൈസ വേണം അല്ലെ. പൈസ എന്തിനാ വെച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ, പ്രൊഡക്റ്റോ സർവീസോ വാങ്ങണം. അപ്പൊ നമ്മുടെ ചക്രം കറങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളെന്ന വ്യക്തി ജോലിക്ക് പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, സാധനം വാങ്ങുന്നു, വീണ്ടും പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, സാധനം വാങ്ങുന്നു, വീണ്ടും പണിയെടുക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു, സാധനം വാങ്ങുന്നു. ഇങ്ങനെയാണ് ചക്രം കറങ്ങുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. ലോകത്തിലെ എല്ലാ ആളുകളും ജീവിക്കുന്നതേ ഒരുപാട് അർത്ഥം ഉണ്ടെങ്കിൽ ഒരർത്ഥം പറഞ്ഞാൽ സാധനം വാങ്ങാനാണോ അല്ലയോ? ചുരുക്കം പറഞ്ഞാൽ സാധനം വാങ്ങാനാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് അർത്ഥങ്ങളുണ്ടോ ജീവിതത്തിന്? ഒരർത്ഥം പറഞ്ഞാൽ സാധനം വാങ്ങാനാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ സാധനം വാങ്ങുന്നവരാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്, വിൽക്കുന്നവരാണോ ചോദിച്ചാൽ ഉത്തരം അത് വിൽപ്പനക്കാരനാണ്. അപ്പൊ ഏറ്റവും നല്ല പ്രവൃത്തി തന്നെയാണ് കച്ചവടം, മാർക്കറ്റിംഗ്. അതൊരു മോശമാണെന്ന് ആരും ചിന്തിക്കരുത്. ലോകത്ത് അതിന്റെ തെളിവുകൾ നമുക്ക് ഒട്ടനവധി തെളിവുകളുണ്ട് അല്ലെ. മാർക്കറ്റിംഗ് എന്താണ്? മാർക്കറ്റിംഗ്, ദ മൊമെന്റ് ഓഫ് പ്രൊഡക്റ്റ് സർവീസ് ഫ്രം ദ മാനുഫാക്ചർ ടു ദ കസ്റ്റമർ ഇസ് കോൾഡ് മാർക്കറ്റിംഗ് അല്ലെ. ഒരു പ്രൊഡക്റ്റോ സർവീസോ മാനുഫാക്ചറിൽ നിന്നും ഉപഭോക്താവിൽ എത്തിക്കുന്ന രീതിയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ. അത് ഇന്ന് നമുക്കറിയാം. ഇന്ന് ലോക കോടീശ്വരൻ നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. ലോക കോടീശ്വരന്മാരായ എല്ലാ ആൾക്കാരും കച്ചവടക്കാരാണ് അല്ലെ, കച്ചവടക്കാരായിരിക്കും അല്ലെ. അവരെന്തെങ്കിലും സാധനം വിൽക്കുന്നവരായിരിക്കും. അപ്പം നമുക്കറിയാം, കച്ചവടം ചെറിയ കാര്യമല്ല, ഏറ്റവും നല്ല പ്രവൃത്തിയാണ് കച്ചവടം. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അഭിമാനത്തോടു കൂടി നമ്മൾ മാർക്കറ്റിംഗ് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക ആണ് വേണ്ടത്. ഞാൻ ചിന്തിച്ച കാര്യത്തിലുള്ളൂ, ഞാൻ ഒരു MBA കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്. തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ തെരുവിലിറങ്ങണം. പഠിപ്പിക്കുന്ന ടീച്ചർ പോലും പറയുന്നുണ്ട്, മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് തെരുവിലിറങ്ങി തന്നെ പഠിക്കണം, കച്ചവടം പഠിക്കണമെങ്കിൽ. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പ്രയാസം വിചാരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഡയറക്ടർ ആവണമെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. എല്ലാവർക്കും ഡയറക്ടർ ആവാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. ഡയറക്ടർ ആവണമെങ്കിലും, ഒരു ഇന്ത്യൻ ഡയറക്ടർ ആവണമെങ്കിലും നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ നമുക്ക് നല്ല കടബാധമുണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, ഒരുപാട് ശ്രമങ്ങൾ നടത്തി, ഒരുപാട് പരാജയപ്പെട്ടു, അങ്ങനെ ഒരുപാട് കടബാധ ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബിസിനസ്സിൽ വിജയിക്കും അല്ലെ. റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം ഉണ്ടോ നിങ്ങൾക്ക്? ഭാര്യയും കുട്ടികളും ഒക്കെ സ്വാഭാവികം. അതിനപ്പുറത്ത് എന്തെങ്കിലും എക്സ്ട്രാ മറ്റൊരു കുടുംബത്തെയും കൂടി നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗത്തിൽ ഡ്രീംസ്, സ്വപ്നം ഉണ്ടോ? തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും, ലയബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, ഈ രണ്ട് സാധനങ്ങളും ഒരിക്കലും നമുക്ക് ബോധപൂർവ്വം ഉണ്ടാക്കാൻ പറ്റില്ല. അത് ദൈവം ചിലപ്പോൾ തന്നിട്ട് നമ്മൾ അനുഭവിക്കേണ്ട ആൾക്കാരായിരിക്കും. എന്നെ പോലെ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ലയബിലിറ്റി ഉള്ള കുറച്ച് കടങ്ങൾ, കാര്യമായിട്ട് കടം ഉണ്ടാവില്ല. എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും റെസ്പോൺസിബിലിറ്റി, കാര്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. നോർമൽ, എല്ലാവർക്കും നോർമൽ ആയിട്ട് ഉണ്ടാവുക. എന്നാൽ എല്ലാവർക്കും ഒരേപോലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഡ്രീം. എല്ലാവരെയും ഉള്ളിനുള്ളിൽ ഒടുക്കത്തെ സ്വപ്നമുണ്ട്, വലിയ സ്വപ്നങ്ങളുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് നമ്മുടെ വീടിന്റെ ഒരു മുറിയിൽ പൂട്ടിയിട്ട സ്വപ്നങ്ങൾ എല്ലാവരെയും മനസ്സിന്റെ ഒരു കോണിൽ ഉണ്ട്, ഉള്ളുണ്ട് അല്ലെ. പൂട്ടിയിട്ടതാ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു സ്വപ്നം. അത് നടക്കില്ലെന്ന് ഉറപ്പാണ്. എന്റെ ജോലി കൊണ്ട്, എന്റെ ഫാമിലി സാഹചര്യം കൊണ്ട്, എന്റെ ഭർത്താവിനെ കൊണ്ട്, എന്റെ ഭാര്യനെ കൊണ്ട്, എന്റെ വീട്ടിലെ സാഹചര്യം കൊണ്ട്, എന്റെ അച്ഛൻ, എന്റെ അമ്മ, ഒരിക്കലും എന്റെ ആ സ്വപ്നം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൂട്ടിവെച്ച സ്വപ്നങ്ങളെ തീർച്ചയായിട്ടും മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ സ്വപ്നങ്ങളെ പുറത്തെടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ഡയറക്ടർ ആവാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ആ വലിയ സ്വപ്നങ്ങളെ എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഗോളുകൾ, ചെറിയ ചെറിയ സ്വപ്നങ്ങളിൽ നിന്നും കടന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ സെറ്റിംഗ് കഴിഞ്ഞ ശേഷം അതിനുവേണ്ടി ആക്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആ ആക്ഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേട്ടമുണ്ട്. ഇങ്ങനെ ഒരു ട്രെയിനർ എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഈ ബിസിനസ് 2017 പാർട്ട് ടൈം ആയിട്ട് ജോലിക്കൊപ്പം തുടങ്ങിയ സമയത്ത് ഒരു ബുക്കിൽ എഴുതി, കമ്പനിയുടെ പേര് പോലും ഫുള്ളി എഴുതാൻ അറിയില്ല. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബലി എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം അവർ ആവശ്യപ്പെട്ടു. ലീഡേഴ്സ് ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, നിങ്ങൾ 2-3 കൊല്ലം അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയണമെന്ന് ട്രെയിനർ പറഞ്ഞു. അപ്പൊ ഞാൻ എഴുതി വെച്ചു, 2016 2017 എനിക്ക് ടീമിന്റെ റാങ്ക് ആയിട്ടുള്ള ഒരു സ്റ്റാർ റാങ്ക് എത്തണം. ടീമിന്റെ റാങ്ക്, ടീമിനുള്ളിൽ ചെറിയൊരു സ്റ്റാർ എന്ന റാങ്ക് ഉണ്ടായിരുന്നു.
അങ്ങനത്തെ ഒരു സാധനം കമ്പനി ടീമിന് റാങ്കിൽ എത്തണം എന്ന് ആവശ്യപ്പെട്ടു. അത് പിന്നീട് ഞാൻ കമ്പനി റാങ്ക് ആഗ്രഹിച്ചു. 2018 കമ്പനി റാങ്കിൽ എനിക്ക് എത്തിച്ചേരണം. ഇങ്ങനെ സ്വപ്നം കണ്ട സമയത്ത് 2020 2018 വെള്ളപ്പൊക്കവും അതങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്ന് 2020 കൊറോണ, അതിനെ മറികടന്ന് 2020-21 കൊറോണ കാലഘട്ടത്തെ മറികടന്നു. 2020 2,10,000 ആവണം എന്ന് ആഗ്രഹിച്ചു. പക്ഷേ 2020 ഫെബ്രുവരി മാസം മുതൽ കംപ്ലീറ്റ് ലോക്ക്ഡൌൺ കുടുങ്ങി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോഴും ആ വർഷം അതുകൊണ്ട് മാത്രം 2,10,000 ഞാൻ എഴുതി വെച്ച കാര്യം അതുപോലെ നടത്താൻ പറ്റിയില്ല. പക്ഷേ 2021 ആഴ്ചയിൽ 2,10,000 മാജിക്കൽ ഫിഗർ വാങ്ങിക്കാൻ എനിക്കും സാധിച്ചു. എങ്ങനെ നിങ്ങൾ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് നടക്കും? എങ്ങനെയാണ് സ്വപ്നങ്ങൾക്ക് ചിറക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചെറിയ ഇതുപോലത്തെ ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും പക്ഷേ ഉണ്ടാകുന്നത്. ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെറിയ സ്വപ്നത്തിൽ കിടക്കും. ഒരു സെക്കൻഡ് കിട്ടിയാലും കുഴപ്പമില്ല. അങ്ങനെ നിങ്ങളുടെ സ്വപ്നം ചെറിയ രീതിയിൽ വലുതാവുന്നു. അങ്ങനെ ഒരു സെക്കൻഡ് 3G ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അതിങ്ങനെ കറയും കളിക്കുകയാണ്. അത് വിചാരിച്ച സ്പീഡിൽ ഒരു 4G 5G ഒക്കെ വേണം എങ്കിൽ കുറച്ചുകൂടി സ്പീഡ് കൂടുള്ളൂ. ആ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചെറിയ രീതിയിൽ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് കിടക്കുകയാണ് ചെയ്യുക. അങ്ങനെ നല്ല മൊബൈൽ ഫോണുകൾ നിങ്ങൾക്ക് സ്വപ്നം കാണുക, അച്ചീവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ. അതേപോലെ നിങ്ങൾക്ക് ബൈക്ക് ഉണ്ടാവില്ല. അപ്പൊ ബൈക്ക് വാങ്ങണം, ഒരു സെക്കൻഡ് കിട്ടിയാൽ മതി. ഇപ്പൊ അങ്ങനെ ചെറിയൊരു ബൈക്ക് മതി, ചെറിയ വരേണ്ട മതി, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ ബൈക്കുള്ളവർ ചിന്തിക്കും പോരാ, കുറച്ചുകൂടി നല്ല ഉഷാർ വണ്ടി വേണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വാഹനങ്ങളുടെ സ്വപ്നങ്ങൾ വർദ്ധിക്കും. നിങ്ങളെ പർച്ചേസിങ് രീതികൾ ഇട്ടുപോലും നോക്കാൻ പറ്റാതെ ഡ്രസ്സുകൾ വാങ്ങുന്ന ഒരവസ്ഥയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി നല്ല ഷോറൂമിലും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസുകളിൽ നിങ്ങൾ സ്വപ്നം കാണും. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചെറിയൊരു മൊബൈൽ ലാപ്ടോപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് നല്ലൊരു ലാപ്ടോപ്പിലേക്ക് മാറാൻ ഒരു ആഗ്രഹങ്ങൾ വരും. ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്വപ്നങ്ങളെ കണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് ഘട്ടം ഘട്ടം നിങ്ങളുടെ ഫാമിലി വിജയിക്കുന്നതായിട്ട് നിങ്ങളെ കണ്ട് അത് ചെറിയ ചെറിയ ഗോളുകളാക്കി വെച്ച് അത് അച്ചീവ് ചെയ്ത് തീർച്ചയായിട്ടും അച്ചീവ്മെന്റുകൾ ലഹരിയാക്കി മാറ്റുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാർ അച്ചീവ്മെന്റുകൾ, അങ്ങനെ കുറച്ച് വലിയ കാറിലേക്ക്, അപ്പൊ ലക്ഷറി കാറിലോട്ട്, ഇങ്ങനെയൊക്കെ നിങ്ങളെ വാഹനങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച വീട്ടിലോട്ട്, നിങ്ങൾക്ക് നല്ലൊരു വീടില്ല, നല്ലൊരു വീട്ടിൽ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിലവിൽ നമ്മളെ മുന്നേ പോകുന്ന ലീഡേഴ്സ് 5-6 വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ശക്തമായിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ എന്റർപ്രണേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അല്ലെ, നമ്മുടെ ഈ കമ്പനിയുടെ തൊഴിലാളികളല്ല, നമ്മുടെ ഈ കമ്പനിയുടെ പാർട്ട്നേഴ്സ് ആണ്. അല്ലെ, നമ്മളെല്ലാവരും തന്നെ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അല്ലെ, പെർസെന്റേജ് ശതമാനം, പുഷ്പ എന്ന സിനിമയിൽ അല്ലു അർജുൻ പറയുന്നത് പോലെ, അല്ലെ, കൂലിക്കാരല്ല, പകരം നമ്മൾ പെർസെന്റേജ് വാങ്ങുന്ന പാർട്ട്നേഴ്സ് ആണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും സ്വപ്നം കണ്ട് നല്ല ലൈഫ് സ്റ്റൈൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് എല്ലാ സപ്പോർട്ടും MILS മാനേജ്മെന്റ് നമുക്ക് തരും. ഇങ്ങനെ നല്ല ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന കുറച്ച് ലീഡേഴ്സ് നമുക്ക് മുന്നിലുണ്ട്. അല്ലെ, അവരെ നമ്മൾ കറക്റ്റായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ് സാറാണ്. കാരണം ഞാൻ അത് എൻ്റെ ഒരു സപ്പോർട്ടിംഗ് ലീഡർ ആയതുകൊണ്ട് ഞാൻ വെച്ചു വന്നേ ഉള്ളൂ. എന്ന് എനിക്ക് മറ്റു ലീഡേഴ്സിനെ പല ഫോട്ടോ കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും ഈ റേഞ്ചിൽ വരുന്ന മുബീൻ സാറിനെ പോലത്തെ റോയൽ ഡയമണ്ട് ആയിട്ടുള്ള, ക്രൗൺ ഡയമണ്ട്സ് ആയിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമുക്ക് മൈലേജ് സ്റ്റൈലുണ്ട്. എല്ലാവരും നമുക്ക് ഒരേപോലെ, നമ്മുടെ ലീഡേഴ്സ് ആണ്, മറ്റു ലീഡേഴ്സ്, ഏത് ലീഡേഴ്സ് നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതേപോലെ തന്നെ നമ്മുടെ അനീഷ് സാറിനെ പോലെയുള്ള ഡയമണ്ടുകൾ, ഒരുപാട് ഡയമണ്ട് ലീഡർമാർ, നമുക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഡയമണ്ടുകൾ ഉണ്ട്. അല്ലെ, നമുക്ക് എപ്പോഴും മോട്ടിവേറ്റ് ആവുന്ന ഒരുപാട് ഡയമണ്ട് ലീഡർമാരുണ്ട്. ഇവരൊക്കെ ലൈഫ് സ്റ്റൈലുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മൾ ഒരുപാട് ITC ലീഡർമാരെ, നമുക്ക് ഒരുപാട് ITC ലീഡേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ, അവരുടെ വാഹനങ്ങളെ പറിച്ച്, കാരണം നമ്മൾ ഓടി കാറുകൾ, BMW, ബെൻസ്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ പോകുന്ന ITC ലീഡർമാരും ITC ഡയമണ്ടുകളും റോയൽ ഡയമണ്ടും ക്രൗൺ ഡയമണ്ടുകളും ഒക്കെ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ, തീർച്ചയായിട്ടും അവരുടെ കയ്യിലുള്ള ഒരു 10 നമ്പർ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അവരെന്താണോ ചെയ്തത്, അവരുടെ ഓരോ എക്സ്പീരിയൻസസ് വളരെ ശ്രദ്ധിച്ചു നിന്നുകൊണ്ട് അതിനെ കൃത്യമായി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കും അവരുടെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വേറൊരു മേഖലയാണെങ്കിൽ ഒരിക്കലും ആ വിജയത്തിന്റെ സീക്രട്ട് ആരോടും പറയില്ല. നമ്മൾ ഇവിടെ നമ്മുടെ സീക്രട്ടുകൾ കൃത്യമായിട്ട് പറയും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഹോട്ടൽ നടത്തുന്ന ഹോട്ടൽ ബിസിനസ്സുകാരനാണെങ്കിൽ എന്റെ ഹോട്ടൽ ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു എന്ന് ഞാൻ കൊടീശ്വരനായി അത് വന്ന വഴികൾ എങ്ങനെയാണ് ഒന്ന് എണ്ണിയൊന്നും ഒരു ബിസിനസ്സുകാരനും ഇതുപോലെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ച് നടത്തി പറയില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹോട്ടലിനടുത്ത് നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയാൽ എന്റെ കച്ചവടം പൂട്ടും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരിക്കലും അത്ര മോട്ടിവേഷനോ വേറെ ഒരു ബിസിനസ്സുകാരും വരില്ല. അങ്ങനെ ഞാൻ വിജയിക്കുമ്പോൾ നിങ്ങളും വിജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഡയറക്ട് സെല്ലേഴ്സ്, അല്ലെ, നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് നമ്മുടെ നേട്ടങ്ങളെ പറ്റി നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ വേറൊരു അർത്ഥത്തിൽ അതിനെ എടുക്കാതിരിക്കണം. നോക്കൂ, നിങ്ങളെ സ്വപ്നങ്ങളെ നിങ്ങൾ എഴുതുക. നിങ്ങൾ സ്വപ്നങ്ങൾ എഴുതുക. ആ സ്വപ്നങ്ങൾ ഇപ്പം പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം 1, 2, 3, 4 എന്ന ലെവലിൽ
ഒരിക്കലും നടക്കാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച സ്വപ്നങ്ങൾ, ഏറ്റവും വലിയ സ്വപ്നത്തെ, നിങ്ങളുടെ പാഷനായിരുന്ന ഒരു കാര്യം, നിങ്ങളുടെ പാഷനായിരുന്ന ആ ഒരു കാര്യത്തെ എത്തിപ്പിടിക്കാനുള്ള ശക്തമായ ഒരു ഗോൾ സെറ്റിംഗ് നിങ്ങൾ നടത്തും. നോക്കൂ, ഇതൊരു അൺലിമിറ്റഡ് വേക്കൻസി ഉള്ള, അല്ലെ, അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി അല്ലെ, ഈക്വൽ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്, അൺലിമിറ്റഡ് വേക്കൻസിയാണ് അല്ലെ. ഈ ഇൻഡസ്ട്രിയിൽ ഇഷ്ടം പോലെ ആളുകൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാം. അത് വേക്കൻസി തീർന്നൊന്നും പോവില്ല. അപ്പൊ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. നോക്കൂ, ഇതിന് എന്താണ് നമുക്ക് വേണ്ടത്? ഇങ്ങനെ ഒരു ബിസിനസ്സുകാരനാവാൻ നമുക്ക് എന്താ, നമ്മുടെ ABCD ശരിയാക്കാം. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിന് വല്ല മൈ ലൈഫ് സ്റ്റൈലിൽ വല്ല ABCD അറിയോ? ബിസിനസ്സിന് വല്ല ABCD നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് വല്ലതും അറിയോ എന്നാണ്, അല്ലെ. എന്താണ് ABCD? എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റിറ്റ്യൂഡ്, അല്ലെ. നല്ല ആറ്റിറ്റ്യൂഡ്. ബിസിനസ്സിൽ ആളുകളെ മാനേജ് ചെയ്യാണ്. നമുക്ക് ആയിരക്കണക്കിന് ആളുകളെ, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ ഒരാള്. അത്രയും ആളുകളെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയാലേ നമ്മുടെ ബിലീഫ് കറക്റ്റ് ആവുള്ളൂ, അല്ലെ. നമ്മൾ എന്തിലും നെഗറ്റീവ്, കുറ്റം കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരാളാണ് നമ്മളെങ്കിൽ നമുക്ക് ഒന്നിനും വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വാസം ഇല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് തീരെ ഉണ്ടാവില്ല. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കില്ല. അപ്പം Aയും Bയും ശരിയാക്കിയാൽ CD വർക്കാവും അർത്ഥം. നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിലീഫും കറക്റ്റ് ചെയ്താൽ നമ്മുടെ CD വർക്കാവും. കമ്മിറ്റ്മെന്റും ഡ്യൂപ്ലിക്കേഷനും താനെ നടക്കും. അപ്പൊ നമ്മുടെ ABCD കറക്റ്റ് ചെയ്യുക. ഒരു ABCD കഴിഞ്ഞാൽ ഒരു E കൂടി ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഇവിടെ വേണ്ട. എന്ന് പറഞ്ഞാൽ ഈഗോ ആണ്. അതുകൊണ്ടാണ് ഈ വെക്കാഞ്ഞത്. ABCD വരെ മതി നമുക്ക്. അത് കൃത്യമായിട്ട് നിങ്ങൾ ശീലിക്കുക എന്നതാണ്. നല്ല ആറ്റിറ്റ്യൂഡിലേക്കും 100% വിശ്വാസത്തിലേക്കും നല്ല കമ്മിറ്റ്മെന്റിലേക്കും നല്ല ഡ്യൂപ്ലിക്കേഷനിലേക്കും നിങ്ങൾ മാറാൻ തയ്യാറാവുക. അപ്പൊ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്നതെല്ലാം ഭഗവത്ഗീതയിൽ പറഞ്ഞതുപോലെ സംഭവിക്കുന്നതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സംഭവിക്കാൻ പോകുന്നതും നല്ലത്. ഏത് സാഹചര്യത്തിനെയും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് ശീലിക്കണം. ബോധപൂർവം, അത് ബോധപൂർവം നിങ്ങൾ ശീലിക്കുക. എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിന്. രസകരമായിട്ട് ഞങ്ങൾ പറഞ്ഞു, അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്ന്. രസകരമായിട്ട് ഇന്നലെ ഞങ്ങൾ മലപ്പുറത്തെ കമ്പനി GTSന് പോകുന്ന സമയത്ത് പറയുകയാണ്, മൈനയെ കണ്ടു. ഒറ്റ മൈനയെ കണ്ടു. മൈനയെ കണ്ട സമയത്ത് ഒരാൾ പറയാണ്, 2 മൈനയെ കണ്ട സന്തോഷമാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, ഒറ്റ മൈനയെ കണ്ട ദുഃഖമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മൈനനെ കണ്ട സന്തോഷം മാത്രം പറഞ്ഞു, അത് ഒറ്റയാണോ രണ്ടാണോ നോക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ഇനി അന്ധവിശ്വാസം കുഴപ്പമില്ല, പോസിറ്റീവ് ആണോ നിങ്ങൾ വിശ്വസിച്ചു. വിശ്വാസത്തിന് അത്രയധികം പവർ ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവായുള്ള വിശ്വാസങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോകുന്നത്. നമ്മുടെ ഉദ്ദേശം ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എപ്പോഴും പോസിറ്റീവ് വിശ്വാസങ്ങളാണ്, ആറ്റിറ്റ്യൂഡാണ് നമുക്ക് വേണ്ടത്. അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇതൊരു ബിസിനസ് ആണെന്നും ബിസിനസ് മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഹൈ തിങ്കിങ്, വലിയ ചിന്തകൾ, അതുപോലെ ലോങ് വിഷൻ, അതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ ഇത്തരം കുറേ ആറ്റിറ്റ്യൂഡുകൾ നമ്മളെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം. നമുക്ക് കൈയും കാലും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പണിയല്ല മൈ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ കൈയും കാലും ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പണിയല്ല മൈ ലൈഫ് സ്റ്റൈൽ. മൈ ലൈഫ് സ്റ്റൈൽ നമ്മുടെ തല കൊണ്ട് ചെയ്യുന്ന പണിയാണ്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ചെയ്യുക. അത് നിരന്തരം ട്രെയിനിങ്ങിൽ പോയി നിങ്ങൾക്ക് ഈ ആറ്റിറ്റ്യൂഡ് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വിന്നിങ് ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ശരിയായെങ്കിൽ മാത്രമേ തീർച്ചയായും നമുക്ക് ആളുകളെ മാനേജ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. നോക്കൂ, ഐസ്ബർഗ് പോലെയാണ് അല്ലെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം ഒരു 10% മാത്രമേ കടലിന് മുകളിൽ നമ്മൾ ഐസ്ബർഗുകളെ കാണുള്ളൂ. അതിന് 90% അത് കടലിന് അടിയിലാണ്, താഴോട്ടേക്കാണ് അല്ലെ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ അറിവും കഴിവും ഉള്ളത് മതി എന്ന് പറഞ്ഞാൽ കടലിന് മുകളിൽ അത് ഉള്ളത് മതി, കുറച്ച് മതി. പക്ഷെ കൂടുതലും വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ്. ആ മനോഭാവത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് ഫോർ സക്സസ്. തീർച്ചയായും ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ജീവിത വിജയത്തിന് മെയിൻ. ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ആ ആറ്റിറ്റ്യൂഡിലെ വ്യക്തിക്കാണ് ബിലീഫ്, 100% ബിലീഫ് ഉണ്ടാവണം. എന്തിനൊക്കെ ബിലീഫ് ഉണ്ടാവണം? കമ്പനിയിൽ 100% ബ്ലൈൻഡ് ബിലീഫ് ഉണ്ടാവണം അല്ലെ. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാ പ്രതിസന്ധി കാലഘട്ടത്തെയും മറികടന്ന ഒരു വലിയൊരു മാനേജ്മെന്റ് ആണ് മൈ ലൈഫ് സ്റ്റൈൽ. അപ്പൊ തീർച്ചയായിട്ടും അത് ഏറ്റവും മികച്ച ഒരു മാനേജ്മെന്റ് ആണ്. 100% ബിലീഫ്. മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ബിലീഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ദെൻ പ്രോഡക്റ്റ്, 100% പ്രോഡക്റ്റിൽ വിശ്വാസം വേണം. അത് നിങ്ങൾ ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കിയെടുക്കണം. പ്ലാൻ, ഇൻകം തരുന്ന പ്ലാൻ. ആഴ്ച വരുമാനം മുടങ്ങില്ല. ഇന്ന് ബുധനാഴ്ച ദിവസം ഉണ്ടെങ്കിൽ അത് ഇൻകം വന്നിരിക്കും അല്ലെ. ആ ഒരു ഇൻകത്തിന്റെ പ്ലാൻ ആഴ്ചയിൽ 500, 10,000, 20,000 ലക്ഷങ്ങളൊക്കെ കിട്ടും. ആ ഇൻകം പ്ലാനിൽ വിശ്വാസം ഉണ്ടാവണം. ദെൻ നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് വിശ്വാസമാണ്. നിങ്ങൾ പലരും എന്റെ ടീം മോശമാണ് സാർ, എന്റെ ടീം അങ്ങനെയാണ് സാർ, ഇതിങ്ങനെയാണ്. ഒരിക്കലും നമ്മുടെ ടീമിനെ മോശം പറയരുത്. ഏറ്റവും കൂടുതൽ വിശ്വാസം നമുക്ക് നമ്മുടെ ടീമിൽ ഉണ്ടാവണം. നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, അവരെന്തോ ആയിക്കോട്ടെ, അവർ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഒരു കാലത്ത് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അത് എന്നും ഓർക്കണം.
അവർ കൊണ്ടുപോയിട്ടേ ഉണ്ടാവുള്ളൂ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ആ സപ്പോർട്ട് ചെയ്യാതിനല്ല നമ്മൾ കാണേണ്ടത്. ആ കൊണ്ടുപോകുന്ന പോസിറ്റീവ് ആക്കാണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്നും ബഹുമാനിക്കുക. അദ്ദേഹത്തിന് വാക്കുകൊണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഗുണം അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോസിറ്റീവ് മാത്രമേ അപ്ലൈ ലെവൽ കാണാവുള്ളൂ. ആ രീതിയിൽ ഒരാളോട് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിന്നെ കൊണ്ട് സാധിക്കും, എനിക്കൊക്കെ ഇത് പറ്റും, നിങ്ങളെപ്പോ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല, എനിക്ക് നിങ്ങളത്ര കാണാൻ ഭംഗിയില്ല, എനിക്ക് നിങ്ങളെ ഇങ്ങനത്തെ കോംപ്ലക്സുകളൊന്നും പാടില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം, 100% ബിലീഫ് ഉണ്ടാവണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ 1% വിശ്വാസം താഴെ പോയാൽ പരാജയം ഉറപ്പാണ്. നിങ്ങൾ പറയാണ് എനിക്ക് സംഭവമൊക്കെ ഓക്കെ, ഈ കമ്പനിക്ക് അത്ര വിശ്വാസം പോരാ, കൂട്ടിപ്പോയാലോ കമ്പനി, ആ ചെറിയൊരു സംഭവം വലിയ ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. ഇങ്ങനെ ചിന്തിച്ച ഒരു തർക്കമില്ല, പരാജയം. ഇനി സാറേ കമ്പനിക്ക് ഓക്കെയാണ് സാർ, കമ്പനി സെറ്റാണ്, ഒന്നും നോക്കാനല്ല, പക്ഷേ ഈ പ്രൊഡക്റ്റിൽ എനിക്ക് അത്ര വിശ്വാസം പോരാ, ബാക്കിയൊക്കെ ഓക്കെയാണ്, പ്രൊഡക്റ്റിൽ ചെറിയൊരു വിശ്വാസക്കുറവ്, പരാജയം ഉറപ്പാണ്. നിങ്ങൾ എല്ലാത്തിനും സാർ വിശ്വാസമുണ്ട്, പക്ഷേ ഈ പ്ലാനിലേക്ക് എത്ര 2-10 കിട്ടുമോ സാർ? വിശ്വാസം സാർ പറഞ്ഞു ഓക്കെ, പക്ഷെ ഇതിന്റെ ലീഡർമാരിലേക്ക് വലിയ വിശ്വാസമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ 1% വിശ്വാസം കുറഞ്ഞാൽ പരാജയം ഉറപ്പാണ്. അതുകൊണ്ട് 100% ബിലീഫ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിരന്തരം പഠിക്കുക, അതുപോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ബിലീഫ് വർദ്ധിപ്പിക്കണം. ആ ആറ്റിറ്റ്യൂഡും ബിലീഫും കറക്റ്റ് ചെയ്താൽ കമ്മിറ്റ്മെന്റ് താനെ വരും. കമ്മിറ്റ്മെന്റ് താനെ വരും. ആ കമ്മിറ്റ്മെന്റ് വന്നാൽ മാത്രമേ ഡ്യൂപ്ലിക്കേഷൻ നടക്കൂ. വിജയിച്ചവരെന്താണോ പറയുന്നത് അത് തന്നെ കോപ്പി അടിച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ശരിയായി വരണം. അത് നിങ്ങളുടെ സി ശരിയായി വരണം. നിങ്ങൾ ABCDന്റെ സി ശരിയായിട്ട് വരണം. അപ്പോ നേരത്തെ പറഞ്ഞു എ ഉള്ളവർക്കേ ബി ഉള്ളൂ, അല്ലെ? ബി ഉണ്ടെങ്കിലേ സി വരൂ, സി ഉള്ളവർക്കേ ഡി നടക്കുള്ളൂ. അപ്പൊ എയും ബിയും സിയും ഡിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മനസ്സിലാക്കണം, ഇതൊരു ലീഡർഷിപ്പ് കളികളാണ്, അല്ലാണ്ട് ബോസിന്റെ ഒരു കളിയല്ല. എന്ന് പറഞ്ഞാൽ ബോസിനെ പോലെ ആവരുത്, പകരം നമ്മൾ ലീഡറായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ബോസ് ആയി പോകുന്നുണ്ട്. ചില സമയങ്ങളിൽ അത്തരം ബോസ് ആവാതെ നമ്മൾ ലീഡർ ആവാൻ നിൽക്കുക. എന്താണ് ബോസും ലീഡറും തമ്മിലുള്ള വ്യത്യാസം? ആ പിക്ചർ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന് ഉത്തരം തരുന്നുണ്ട്, അല്ലെ? ബോസ് ആവരുത്, പകരം നമ്മളിവിടെ ലീഡർഷിപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലീഡർ ആവാൻ, അവരോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുക. നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി മൈ ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നത് എങ്ങനെയാണ്? ചില ആൾക്കാർ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ടാണ് അത്ര ശതമാനം ആൾക്കാർ വന്നിട്ടുണ്ടാവുക. ചില ആൾക്കാർ കമ്പൽസറി നിർബന്ധപൂർവ്വം വന്നവരാണ്. ചിലർക്ക് ഇമോഷണൽ ലെവലിൽ വന്നവരാണ്, അല്ലെ? അവർക്ക് പറ്റെങ്കിൽ എനിക്കും പറ്റും. ചിലർക്ക് ഒബ്ലിഗേറ്ററി കടപ്പാടിന് പുറമെ വന്നവരാണ്. നിങ്ങൾ ഏത് ലെവലിൽ നിന്ന് വന്നവരായിക്കോട്ടെ, നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് വേയിലോട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നത്. ആ അണ്ടർസ്റ്റാൻഡിങ് വേയിലോട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും BOP, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ പ്രോഗ്രാം, നിരന്തരം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊരു കാര്യം DTP, ഇത്തരം DTP പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ BBSകള്, PWP ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പവർ വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകൾ, അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ബിസിനസ് ബിൽഡിംഗ് സെമിനാറുകൾ, അതുപോലെ 2 ഡേ ക്യാമ്പുകൾ, ഇത്തരം വ്യത്യസ്തമായ ലീഡേഴ്സ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഒരെണ്ണം പോലും ഞാൻ മിസ്സാക്കില്ല. LTP ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ. അപ്പം ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ 100% ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യും, ഞാൻ ഇനി വരുന്ന എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്ന പ്രതിജ്ഞ എടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങളൊരു 80% ട്രെയിനിങ് എങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾ ആദ്യമേ നിങ്ങളെ മൈൻഡിൽ സെറ്റ് ചെയ്യാണ്, എല്ലാത്തിലും ഒന്നും വരാനൊന്നും പറ്റൂല, ഞാൻ പറ്റുന്നതൊക്കെ നോക്കാം എന്നാണ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്തെങ്കിൽ ഉറപ്പിച്ചോളൂ, 20% 30% ട്രെയിനിങ്ങിലേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് കൂട്ടണമെങ്കിൽ തീർച്ചയായും മൈൻഡിൽ സെറ്റ് ചെയ്യണം, ഞാൻ 100% ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, ഇനി ഒരു ട്രെയിനിങ് പോലും മിസ്സാക്കില്ല എന്ന് ബോധപൂർവ്വം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് വേയിലേക്ക് മാറാൻ സാധിക്കും. നോക്കൂ, റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്കറിയാം, 24 രൂപ മുതൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാർക്കും, ഏത് പ്രായം കൂടിയവർക്കും, എത്ര വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും, ഏത് ടൈപ്പ് ആൾക്കാർക്കും, ഏത് ലെവലിലുള്ള ആൾക്കാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന 24 രൂപ മുതൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാറ്റഗറി ആളുകൾക്കും ഇതിന് വിദ്യാഭ്യാസം നോക്കാതെ ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്താൽ 100-ലധികം പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ്, അത് വേൾഡ് വൈഡ് വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് ഫ്രീ ആയിട്ട് കമ്പനി തരികയാണ്. നമ്മുടെ ഈ കമ്പനി 100-ലധികം ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ലൈസൻസ്, ലോകം മൊത്തം വിൽക്കാനുള്ള ലൈസൻസ് കമ്പനി ഫ്രീ ആയിട്ട് നമുക്ക് തരിക എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ഒരു പവർ.
കാരണം ഒരു ഉൽപ്പന്നം വിൽക്കണമെങ്കിൽ ലക്ഷങ്ങളോ കോടികളും കെട്ടിവെച്ചിട്ട് വേണം അത് വിൽക്കാനുള്ള ലൈസൻസ് തരുള്ളൂ എങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഏതൊരു സാധാരണ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഓർഡർ ഫോം കാണും. ഈ ഓർഡർ ഫോമിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു 2 പീസ് വെച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയും നമുക്ക് ആകെ ചെലവ് വരുന്നുള്ളൂ. നിങ്ങൾക്ക് കണക്കൂട്ടി നോക്കാം. നമ്മൾ എല്ലാ ഉൽപ്പന്നവും 2 പീസ് കച്ചവടമാകുമ്പോൾ 2 വേണ്ടേ, ഒരെണ്ണം വിൽക്കുമ്പോൾ ഒരെണ്ണം കയ്യിൽ സ്റ്റോക്ക് വേണ്ടേ. അങ്ങനെ ചിന്തിച്ചാൽ പോലും 1 ലക്ഷം രൂപയെ ആകെ നമുക്കൊരു ഹോം ഷോപ്പിംഗ് ചെലവുള്ളൂ. പക്ഷെ അത്ര എടുക്കേണ്ടതില്ല. നിങ്ങൾ അതിൽ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തിയോട് ചോദിച്ച് നിങ്ങളൊരു പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യുക. അത് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങിവെച്ച് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടീം ലീഡേഴ്സോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ തരത്തിൽ നിങ്ങൾക്കുള്ള ഒരു നഷ്ടസാധ്യത ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഒരാൾക്ക് വരുന്നില്ല. അപ്പം ആദ്യം ചെയ്യേണ്ട പണി, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണി നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ്, പേരും സ്ഥലവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രോസ്പെക്ട് ലിസ്റ്റ് നിങ്ങൾ 100 പേജ് പുസ്തകത്തിലോട്ട് എഴുതി തയ്യാറാക്കുക. അതിൽ നിന്നും നിങ്ങളൊരു 10 പേരെ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ആഴ്ചയും പ്രവർത്തിക്കുക. ദിവസം ഒരാൾക്കെങ്കിലും പ്ലാൻ കൊടുക്കണം. 1ആവാം, 2ആവാം, 3ആവാം. നിങ്ങളുടെ ബിസിനസിന്റെ വേഗത പോലെ 2-3 ആളുകളാവാം, 4-5 ആളുകളാവാം, 5-10 ആളുകളാവാം. അത് നിങ്ങളുടെ ഐഡിയ എങ്ങനെയാലും കുഴപ്പം. പക്ഷെ മിനിമം ഒരു പ്ലാനെങ്കിലും കൊടുക്കാതിരിക്കരുത്. അങ്ങനെ നിങ്ങൾ നിർബന്ധമായിട്ടും ലിസ്റ്റ് തയ്യാറാക്കുക. ദിവസം ഒരാൾക്കാണെങ്കിൽ പ്ലാൻ കൊടുക്കുന്നതെങ്കിൽ പോലും ഒരു മാസം കൊണ്ട് 30 പേർക്കെങ്കിലും പ്ലാൻ കൊടുക്കും. സ്വാഭാവികമായിട്ടും വലിയ ബിസിനസ് തന്നെയാണ് അതിൽ കൂടെ തന്നെ വരുന്നത്. അത് 2 പ്ലാൻ ആക്കാൻ പറ്റുമെങ്കിൽ, അതൊരു 3 പ്ലാൻ ആക്കാൻ പറ്റുമെങ്കിൽ അത് ബോധപൂർവം ചെയ്യണം. ഇവിടെ ആരും പ്രഷർ ചെയ്യാനോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ വന്നില്ല എന്ന് വരും. കാരണം ഇത് ID എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് ആണ്. അത് അവരവരുടെ ബിസിനസ് ആണ്. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ബോസ്മാരും ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇത് അവനവന്റെ ബിസിനസ് ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതൊരു തൊഴിലായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് കൃത്യമായിട്ട് ദിവസവും നമ്മുടെ മൈൽ സ്റ്റൈലിന്റെ പ്രസന്റേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നേറാൻ തയ്യാറാണെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതല്ല. അപ്പം ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്, ഇതൊരു മസ്റ്റാണ്. അപ്പൊ ലിസ്റ്റ് തയ്യാറാക്കുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, പ്രസന്റേഷൻ കൊടുക്കുക. ചെറിയൊരു ഹോം ഷോപ്പ് ഇനാഗ്രേഷൻ എന്ന രീതിയിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ തുടങ്ങുന്ന ഒരു ഹോം ഷോപ്പ് ഉദ്ഘാടനം എന്ന രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഇനാഗ്രേഷൻ പദ്ധതി നിങ്ങൾക്ക് സംഘടിപ്പിക്കാം. നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആയുർവേദ ബോധവൽക്കരണ സമൂഹത്തിനും കൂടി ഗുണം കിട്ടുന്ന രീതിയിൽ ഒരു ആയുർവേദ ബോധവൽക്കരണ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇതൊക്കെ ഞങ്ങൾ തുടക്ക സമയത്ത് ഞങ്ങൾ സംഘടിപ്പിച്ച ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ 2017 ഞങ്ങൾ 2018 ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഇതുപോലെ ഹോം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ഹോം കെയർ കിറ്റുകൾ, തീർച്ചയായും നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ നമ്മുടെ കസ്റ്റമർ ആണോ? എല്ലാവരും ചെയ്യുന്ന അതേ പണിയാണ് നമ്മളും ചെയ്യുന്നത്. എല്ലാവരെയും നമ്മുടെ കസ്റ്റമർ ആക്കണം. അങ്ങനെ കസ്റ്റമർ ആക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഞാൻ എൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു കിറ്റ് രൂപത്തിൽ ഒരു അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ട കുറച്ച് ഐറ്റംസുകൾ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ പറയും, ഞാൻ ഇങ്ങനെ ഒരു ഹോം ഷോപ്പിൽ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആവണമെന്ന് ആവശ്യപ്പെടും. എന്തായാലും ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ സാധനങ്ങൾ നിങ്ങൾ പലതരം ബ്രാൻഡുകൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ലാഭം കടക്കാരന് പോകുന്നു, ഇതിലൂടെ വാങ്ങുകയാണെങ്കിൽ ആ ലാഭം എനിക്ക് കിട്ടും എന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കിറ്റുകൾ ആളുകൾ മേടിക്കുന്നു. അങ്ങനെ വാങ്ങിക്കുന്നതിലൂടെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് കസ്റ്റമറിലൂടെ ഡിസ്ട്രിബ്യൂട്ടറെ കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ക്ലീനിങ് കിറ്റുകളായിട്ടോ ഓരോ പ്രൊഡക്റ്റുകളായിട്ടോ എങ്ങനെ, അത് മാർക്കറ്റിംഗ് രീതി നമ്മളെ ഐഡിയ ആണ്. സ്വാഭാവികമായിട്ട് കമ്പനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, 100 കണക്കിന് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഐഡിയപരമായിട്ട് നമുക്കത് മാർക്കറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ തുടക്ക സമയത്ത് ചെയ്തിരിക്കുന്ന ഒരു നമ്മൾ എന്റെ ടീമിന് ഒരു പേരൊക്കെ ഇട്ട് ആ പേര് ത്രൂ നമ്മൾ കിറ്റുകൾ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമായിരുന്നു. ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിലവിൽ ആളുകൾ പലതരം ഉൽപ്പന്നങ്ങൾ, പലതരം ബ്രാൻഡുകൾ, ഇതുപോലത്തെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ പലതരം ബ്രാൻഡുകളാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്രാൻഡുകൾക്ക് പകരമുള്ള ബ്രാൻഡ് ചേഞ്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ട ആ കാറ്റഗറി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. അതുകൊണ്ട് അത്തരം ബ്രാൻഡ് ചേഞ്ചിങ് നമ്മൾ സംഭവിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഹാർപിക് പോലത്തെ പ്രൊഡക്റ്റുകൾ, പലതരം പ്രൊഡക്റ്റുകളുണ്ട് മാർക്കറ്റിലുള്ള, പല ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ അതേപോലെ നമ്മളും അതേപോലെ തന്നെ മാർക്കറ്റിൽ ബ്രാൻഡാണ് അല്ലെ, നമ്മുടെ ബ്രാൻഡ് ഉൽപ്പന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നത് പോലെ തന്നെ ബ്രാൻഡ് ചേഞ്ചിങ് ആണ് നമ്മളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്ക് കസ്റ്റമേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതായത് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുന്ന സാധാരണ കച്ചവടം പോലെ സാധനം കൊടുത്ത് പൈസ വാങ്ങുക മാത്രമല്ല, എല്ലാവർക്കും ഒരു കസ്റ്റമർ ID ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ഇപ്പോൾ ഈ വരുന്ന ഏപ്രിൽ മാസത്തോടു കൂടി വെറുതെ ചുമ്മാ അടിച്ചുകൊണ്ടിരുന്ന ഐഡികളെല്ലാം തന്നെ അല്ലെ, പർച്ചേസ് ചെയ്യാത്ത മുഴുവൻ ഐഡികളും അല്ലെ കട്ടാവാൻ പോവുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അത് ഏപ്രിൽ മാസം മന്ത്ലി കട്ട് ഓഫോട് കൂടി കട്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു മിനിമം പർച്ചേസ് അവരുടെ ആ കട്ടാവുന്ന ഐഡികളിൽ പർച്ചേസ് ചെയ്ത് ID നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഏതായാലും ഇതേപോലത്തെ ഒരു
ഒരു ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസുകൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ പറ്റും. അങ്ങനെ വാങ്ങി വെച്ച് തീർച്ചയായിട്ടും അവരെ നിരന്തരം ഫോളോ ചെയ്യുക. ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കസ്റ്റമർ ഐ ഡി ഉണ്ട് എന്നും ഡിസ്കൗണ്ട് സാധനങ്ങൾ കിട്ടുമെന്നും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണ ബെനിഫിറ്റ് ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് അവർക്ക് ആ ഫോളോ അപ്പിലൂടെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫോളോ അപ്പ് ആണ് മെയിൻ ആയിട്ടുള്ള ഫോളോ അപ്പ് തന്നെയാണ്. അതുകൊണ്ട് ഫോളോ അപ്പ് കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ ഫോളോ അപ്പുകൾ കയറി പോവുക. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സക്സസ് സിസ്റ്റത്തിൽ നിന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അവർക്ക് കൃത്യമായി പ്ലാൻ കൊടുത്ത് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച് നിരന്തരം ഫോളോ അപ്പ് നടത്തി അവർ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കാം. ലിസ്റ്റ് ഉണ്ടാക്കുക, അതിൽ ആളുകൾക്ക് പ്ലാൻ കൊടുക്കുക, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച് അവരെ ഫോളോ അപ്പ് നടത്തി കൃത്യമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുക. അങ്ങനെ അവരൊരു മികച്ച ലീഡർഷിപ്പ്, അവരുടെ ഫാമിലി സക്സസ് ആക്കുന്ന രീതിയിലേക്ക് എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്ത് ചെയ്തു കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ആഴ്ചയിൽ 2,10,000 മാജിക്കൽ ഫിഗറിൽ എത്തിക്കുന്നത്? സംഭവം സിമ്പിൾ ആണ്. ഒരു 10-50 കുടുംബങ്ങളെ കസ്റ്റമർ ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഒരു 10-50 കുടുംബത്തിനെ കസ്റ്റമർ ആക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് അല്ലെ? അവരോട് പറയാൻ ഞാനിങ്ങനെ ഹോം ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, കസ്റ്റമർ ആക്കണം എന്ന് പറഞ്ഞാൽ ആരായാലും നോ പറയില്ല. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ആളുകളെ കസ്റ്റമർ ആക്കുന്നതിലൂടെ, ഉദാഹരണത്തിന് നിങ്ങൾ ഓർഗനൈസേഷൻ ബ്രാഞ്ച് 1 ഉം 2 ആയിട്ട് ഒരു 20 ഫാമിലി നിങ്ങൾക്ക് കിട്ടുന്ന അതേ റേറ്റിന്, തീർച്ചയായിട്ടും ആ റേറ്റിന് നിങ്ങൾ അവർക്ക് എടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തു. അപ്പോൾ ഒരു 20,000 ബിസിനസ് നിങ്ങൾ ബ്രാഞ്ച് 1 ഒരു 30 ഫാമിലിക്ക് ഒരു 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം അവർ മേടിച്ചാൽ തീർച്ചയായും 30,000 ബിസിനസ് തുടങ്ങും. സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇട്ടത് കൊണ്ട് തന്നെ, ആ ഇടനിലക്കാരനെയും പരസ്യക്കാരെയും പണി നിങ്ങൾ എടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് പോകുന്ന, ആ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും പോകുന്ന പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അത് 12% വോളിയത്തിന്റെ 12% കമ്പനി നമുക്ക് അയച്ചു വരും. അതേപോലെ തന്നെ പിന്നീടാണ് രസകരം. കാരണം ഈ ഒരു ബിസിനസ്സും ഇല്ലാത്ത ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മൈ ലൈഫിലുള്ളത്, 20 കസ്റ്റമറും 30 കസ്റ്റമറുമാണ് ഫാമിലിയെ നമ്മൾ കസ്റ്റമർ ആക്കി. ഒരു 20 ഫാമിലിയെ നമ്മൾ കസ്റ്റമർ ആക്കി, 30 ഫാമിലിയെ കസ്റ്റമർ ആക്കി. ആ കസ്റ്റമറെ വേണമെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ മൈ ലൈഫിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ മറ്റൊരു ബിസിനസ്സാണ്, നമ്മളെല്ലാവരും കൂടി ഒരു ഹോട്ടൽ നടത്തുകയാണെന്ന് കരുതുക. നമ്മുടെ ഹോട്ടലിൽ ഒരാൾ വന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ചായ കുടിച്ച വ്യക്തിയെ നമുക്ക് ഒരിക്കലും നമ്മുടെ ഹോട്ടലിന്റെ പാർട്ണർ ആക്കാൻ കഴിയില്ല. എന്നാൽ ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മുടെ കയ്യിൽ ഒരു സോപ്പ് മേടിച്ചൊരു വ്യക്തിയെ, ഒരു പേസ്റ്റ് വാങ്ങിച്ചൊരു വ്യക്തിയെ, ഇനി എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിച്ചൊരു വ്യക്തിയെ നമുക്ക് വേണമെങ്കിൽ അവരെ കൺവേർട്ട് ആക്കി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാൻ സാധിക്കും. മാർക്കറ്റിംഗ് തിയറി പറയുന്നു 10ൽ 2 എന്നാണെങ്കിൽ ഒരു 20 ഫാമിലിയെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 10ൽ 2 ആണെങ്കിൽ മാർക്കറ്റിംഗ് തിയറി എങ്കിൽ 4 വ്യക്തികളെ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ 20ൽ 4 ഡിസ്ട്രിബ്യൂട്ടറും നമ്മളും ചേർന്നാണ് പിന്നീട് കസ്റ്റമർ ഉണ്ടാക്കാൻ ടീം വർക്കിലൂടെ ഇറങ്ങുന്നത്. സ്വാഭാവികമായിട്ട് കസ്റ്റമറുടെ എണ്ണം കൂടുന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് 20 ഫാമിലി ഉണ്ടാക്കിയതെങ്കിൽ 4 പേരോട് കൂടി ചേർന്ന് തീർച്ചയായിട്ടും കസ്റ്റമറുടെ എണ്ണം കൂടും. ആ കസ്റ്റമറെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്ന ഏർപ്പാട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർ കൂടുമ്പോൾ ടേൺ ഓവർ കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടും. അതൊക്കെ സ്വാഭാവികമുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ വീണ്ടും കസ്റ്റമറിനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർ ടീം വർക്കിനെ ശക്തിപ്പെടുത്തുന്നതിനനുസരിച്ച് ഇന്ന് എനിക്ക് ഏകദേശം 20,000-ഓളം ഡിസ്ട്രിബ്യൂട്ടർമാരാണ്, എനിക്ക് ഐഡികളാണ് എന്റെ ഓർഗനൈസേഷനിൽ ഇപ്പം നിലവിൽ. അതിൽ 190-ലധികം ടീം കോർഡിനേറ്റർമാരാണ് ഇന്ന് എനിക്കുള്ളത്. കമ്പനി റാങ്കിലുള്ള 190-ലധികം ലീഡേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്റെ കച്ചവടം ലക്ഷങ്ങളാണ് അല്ലെ, ടേൺ ഓവർ കോടികളിലാണ്, അല്ലെങ്കിൽ വരുമാനം ലക്ഷങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഇത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ടേൺ ഓവർ വർദ്ധിപ്പിക്കാൻ, കസ്റ്റമറിനെ ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്നതിലൂടെ ടേൺ ഓവർ വർദ്ധിക്കും. ആ വർദ്ധിക്കുന്നതിലൂടെയാണ് ഒരു 500 ആളുകൾ 2,000 രൂപയുടെ സാധനം വാങ്ങുമ്പോൾ 10 ലക്ഷത്തിന്റെ ബിസിനസ്സായി അല്ലെ, ഒരു 200 ആളുകൾ 5,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 10 ലക്ഷത്തിന്റെ ബിസിനസ്സായി. എന്നാൽ ആഴ്ച 2,10,000 കിട്ടണമെങ്കിൽ ഒരു 2,000 ആള് അവരുടെ വീട്ടിലേക്ക് ഒരു 1,000 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ 20 ലക്ഷത്തിന്റെ ബിസിനസ് നടക്കുകയാണ്. അതിലൂടെ സ്വാഭാവികമായിട്ടും 2,40,000 തരണം കമ്പനിക്ക് കൊടുക്കാൻ കഴിയില്ല. കമ്പനി പരമാവധി കൊടുക്കുന്ന തുക എല്ലാവർക്കും അറിയാം, 2,10,000, ആഴ്ചയിൽ 8,40,000. അത് ഒരു ഐ ഡി കൂടെ. ഒരു പാൻ കാർഡ് ഉപയോഗിച്ച് 3 ഐ ഡി എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഐ ഡി കൂടെ 2,10,000 ഉണ്ടാക്കാൻ പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഐ ഡിയും മൂന്നാമത്തെ ഐ ഡിയും 2,10 എത്തിക്കാൻ ഒരാൾ പഠിപ്പിക്കൊന്നും വേണ്ട. സ്വാഭാവികമായിട്ടും ഒരു 10-15 ലക്ഷം രൂപ വരുമാനം നമുക്ക് ഒരാളുടെ ലൈസൻസ് കൂടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. ഇന്ന് എന്നെ സംബന്ധിച്ച് ഒരു 3ഓളം ഐ ഡികൾ ശക്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ഞാൻ പോകുന്നുണ്ട്. കാരണം ഒരു ഐ ഡി കൂടെ 2,10 വാങ്ങിച്ചപ്പോൾ രണ്ടാമത്തെ ഐ ഡി മൂന്നാമത്തെ ഐ ഡി ഉണ്ടാക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വളരെ ഈ മാൻ പവറിന്റെ പവർ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ ഡ്യൂപ്ലിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഈ ബിസിനസ് ശരിക്കും 10 ആഴ്ച കൊണ്ട് മാത്രം നമുക്ക് 2,10,000 എത്തിക്കാൻ പറ്റും. അത് കൃത്യമായിട്ട് എല്ലാവരും ഒരുപോലെ ചെയ്തെങ്കിൽ മാത്രം.
അല്ലെ? എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. സ്വാഭാവികമായിട്ടും എന്തായാലും എങ്ങനെയാണെങ്കിലും ഇത് വളരെ ഏറ്റവും നല്ല രീതിയിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഇത് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്ലാന്റെ പ്രത്യേകത. നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ്? നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റോക്ക് എടുത്ത് വീട്ടിലിരിക്കുവാണ്. നിങ്ങൾ സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ്സിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത വ്യക്തിയുടെ ഭാവമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് നിങ്ങൾ ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങാൻ ക്യാഷ് കൊടുത്ത് വീട്ടിലെത്തിയപ്പോൾ അവസ്ഥയാണ്. കാരണം പൈസ പോയ എല്ലാവരും പറയും പോലെ അല്ലെ, പൈസ പോയെന്നൊരു സംശയം. അടുത്തൊരു ഭാവം നിങ്ങൾ കണ്ടോ? ഇത് നിങ്ങൾ സ്റ്റോക്ക് കയ്യിൽ കിട്ടി, സാധനം കയ്യിൽ കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആ സാധനം കിട്ടിയ ആ സന്തോഷത്തിൽ ഒറ്റ പോക്ക അപ്ലൈ പറയാൻ എന്താ സംഭവിക്കുന്നത്? അയ്യോ നെഗറ്റീവ്, ആളുകൾ നോ പറഞ്ഞു, ആകെ ടെൻഷനായി അല്ലെ? ആ നോ പറയുന്നു. പിന്നീട് നിങ്ങൾ ഒരാൾ വരാന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമാണ്, ഒരാൾ പ്ലാൻ കേൾക്കാം, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു, വളരെ സന്തോഷമാണ്. പക്ഷെ അയാൾ വന്നില്ല എന്ന് കേൾക്കുന്ന അവസ്ഥ. മീറ്റിംഗിൽ വിളിച്ചു, അവർ വന്നില്ല അല്ലെ? അങ്ങനെ നിങ്ങൾ ഒരാൾ വിചാരിച്ചു, ഓ സെറ്റായി കൺവിൻസ് ആയി എന്ന് ഉറപ്പിച്ചു വിചാരിച്ചു, പക്ഷെ കയ്യിൽ നിന്ന് പോയി, എന്തോ ചെറിയ മിസ്, ആരോ പിടിച്ച് നെഗറ്റീവാക്കി. സുഹൃത്തുക്കളെ, മാർക്കറ്റിംഗ് ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ മറികടന്നിട്ടാണ് ഒരു സൈനപ്പ്, ഒരു പുതിയൊരു വ്യക്തി ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ പറയുമ്പോഴേക്കും ചെയ്യല്ല. ഇത്തരം വിഷമഘട്ടങ്ങളിലൂടെയാണ് എല്ലാവരും ഈ ബിസിനസ് മാർക്കറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ വിഷമത്തിൽ നിങ്ങൾ നിൽക്കേണ്ട കാര്യമില്ല. ശരിക്കും നമുക്ക് ചുറ്റിലും നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ അല്ലെ പുതിയ സൗഹൃദങ്ങളുണ്ട് അല്ലെ? എങ്ങനെയാണ് റീറ്റെയിലിൽ കസ്റ്റമർ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് കസ്റ്റമർ ഉണ്ടാക്കുന്നത്? നമുക്കറിയാം. ഫാമിലിയോട് പറയുകയാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ ആക്കണമെങ്കിൽ അവർ വരും, കുഴപ്പമൊന്നുമില്ല. സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, റിലേറ്റീവ്സ് ചെയ്യും, നെയ്ബേഴ്സ് ചെയ്യും, ഫ്രണ്ട്സ് ചെയ്യും, പുതിയ ഫ്രണ്ട്സ് ചെയ്യും. പുതിയ ഫ്രണ്ട്സ് ഒരു പക്ഷേ സാധനങ്ങൾ വാങ്ങാൻ ഒരു പക്ഷേ അറിയാത്ത സാധനങ്ങൾ അറിയാത്ത ആളുകളാകുമ്പോൾ വാങ്ങാൻ പ്രയാസമായിരിക്കാം. എന്നാലും ഫാമിലിയും റിലേറ്റീവ്സും നെയ്ബേഴ്സും ഫ്രണ്ട്സും ഒക്കെ തന്നെ നമ്മളൊരു സംരംഭം തുടങ്ങിയ സ്ഥിതിക്ക് പ്രോത്സാഹിപ്പിക്കും. എന്നാൽ ബിസിനസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു പക്ഷേ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ സൗഹൃദങ്ങളിലൂടെയാണ് നമ്മളെ വിശ്വസിച്ച ആളുകൾ കൂടെ നിൽക്കുന്നത്. നമ്മുടെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോടൊപ്പം ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ചിലപ്പോൾ നെയ്ബേഴ്സ് കളിയാക്കലും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവുക, പക്ഷെ നമ്മുടെ മാറ്റത്തിനനുസരിച്ച് അവരും വരും. റിലേറ്റീവ്സ് ഒരു പക്ഷേ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം, പക്ഷെ ബിസിനസ്സിൽ എടുക്കണമെന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ മാറ്റം അവരും വരും. ഫാമിലീസ് ഒരു പക്ഷേ വിളിച്ചു വന്നിട്ടുണ്ടാവില്ല, അവരും വരും. എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങളെ എല്ലാ ഫാമിലിനെയും റിലേറ്റീവ്സിനെയും നെയ്ബേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒക്കെ നിങ്ങളുടെ കസ്റ്റമർ ആക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഒരാളോടും നിങ്ങൾ പറയാതിരിക്കരുത്, ഐഡി ക്രിയേറ്റ് ചെയ്യാതിരിക്കരുത്. എന്നാൽ അവരൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഭാവിയിൽ വരുന്നത് നിങ്ങളുടെ മാറ്റമാണ്. അവിടെ നിങ്ങൾക്ക് വാശി അവരോട് കാണിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ ഒരു വാശിയേറിയ പോരാട്ടം നിങ്ങൾ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും അവർ വരും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അനുഭവം. വന്ന സമയത്ത് എന്റെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും പറയും അവൻ ഭയങ്കര കുളൂസാണ് അല്ലെ, അവൻ ഭയങ്കര കുളൂസാണ്, അവനെന്നെ ഒന്നൊരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണ് എന്ന്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോൾ 2,10,000 കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും വരില്ല. സ്വാഭാവികം ഞാൻ തെളിയിച്ച സമയത്ത് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഇന്ന് എന്നോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിൽ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ കൃത്യമായ നല്ല പ്ലാനിങ്ങും ഫോളോ അപ്പും ഉള്ള ലീഡേഴ്സ് ആയിട്ട് വളരുക. നിങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഫോളോ അപ്പും ഉണ്ടാവണം. നിങ്ങൾ മത്സരിക്കേണ്ടത് നിങ്ങളുടെ പ്ലാനിങ്ങിനോടും നിങ്ങളുടെ ഫോളോ അപ്പിനോടും, അതേപോലെ നിങ്ങളെ ഇന്നലകളോടും. മറ്റൊരു വ്യക്തിയോട് മത്സരിച്ച് നിങ്ങൾ ഈഗോ ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. മറ്റൊരു വ്യക്തികളോട് മത്സരിക്കുന്നത് എൻ്റെ ഭാഷയിൽ പറഞ്ഞത് ശരിയല്ല. നിങ്ങളെ കഴിഞ്ഞ ആഴ്ചകളോട് മത്സരിക്കൂ. കഴിഞ്ഞ ആഴ്ച നടത്തിയ ബിസിനസ്സിനേക്കാൾ മികച്ച ആഴ്ചയായിട്ട് ഈ ആഴ്ചയെ മാറ്റുക. കഴിഞ്ഞ മാസത്തിനേക്കാൾ മികച്ച ഒരു മാസമാക്കി ഈ മാസത്തെ മാറ്റുക. കഴിഞ്ഞ വർഷത്തിനേക്കാൾ മികച്ച വർഷമാക്കി ഈ വർഷത്തെ മാറ്റുക. തീർച്ചയായിട്ടും ഏതൊരു വ്യക്തികൾ പോകുന്നതിനേക്കാളും വേഗത്തിൽ, തീർച്ചയായിട്ടും ഒരു നോർമൽ ഗ്രോത്തിൽ തീർച്ചയായിട്ടും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് വളരാൻ സാധിക്കും. അപ്പോൾ പ്ലാനിങ് ഫോളോ അപ്പ് ഉള്ള ഒരു മികച്ച ലീഡറായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു ഗുഡ് ടീം, ഒരു ടീം ഉണ്ടാക്കണമെങ്കിൽ ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ സിസ്റ്റം അല്ലെ, ദെൻ ദ സിസ്റ്റം വിൽ വർക്ക് ഫോർ യു. നമുക്കറിയാം, ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നാളുകളിൽ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ സിസ്റ്റത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുക. സ്വാഭാവികമായിട്ടും ആ ഒരു സിസ്റ്റം നാളുകൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് 10 ദിവസം പ്രവർത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതാണ് സത്യം. അപ്പൊ അവരൊരു മികച്ച ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയായിട്ട്, ഒരു ആളായിട്ട് നമ്മൾ ലൈഫിൽ മാറാൻ സാധിക്കണം. ആളുകളെ, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാം, എംപവർ പീപ്പിൾ, ആളുകളെ എംപവർ ചെയ്യാൻ കഴിയണം, ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയണം, മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാണ്. ഷെയർ വിഷൻ, നമ്മുടെ വിഷനും ഒക്കെ ഷെയർ ചെയ്യണം. ഇങ്ങനെ ഒരു മികച്ച ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്.
ബേസിക് നോളജ് നമുക്ക് വേണ്ടത് ഈ ബിസിനസ് ലീഡർഷിപ്പ് ഏറ്റെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അപ്ലൈഡ് ലീഡേഴ്സിനെയും നോക്കാൻ നമ്മുടെ കഴിവും നമ്മുടെ വേഗതയും അനുസരിച്ച് ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ ഒരു 8 കാര്യങ്ങൾ കാണാതെ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അതിലൊന്ന് ABCD ആണ്, ശീലങ്ങളാണ്. ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, കമ്മിറ്റ്മെന്റ്, ഡ്യൂപ്ലിക്കേഷൻ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് അത് ശീലിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോഡക്റ്റ് സംസാരിക്കാൻ പഠിക്കുക, പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരാൾക്ക് പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റിനെ കുറിച്ചാണോ അറിയാത്തത് അത് എഴുതി വെച്ച് അത് അറിയുന്ന ലീഡേഴ്സിനോട് ചോദിച്ച് പഠിക്കുക. അടുത്തൊരു കാര്യം, പ്ലാൻ പ്രസന്റേഷൻ. നിങ്ങൾക്ക് ഒരാളെ ഇരുത്തി എങ്ങനെയാണ് ഈ ടീം വർക്ക് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ പഠിക്കലാണ് അടുത്തൊരു മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് റാങ്ക് ആണ്. ഈ ബിസിനസിന്റെ റാങ്കും അതിന്റെ വേഗതയും മനസ്സിലാക്കുക. നിങ്ങൾ ഈ വർഷം അവസാനിക്കുമ്പോൾ ഏത് റാങ്കിലുണ്ടാവും, അടുത്ത വർഷം അവസാനിക്കുമ്പോൾ ഏത് റാങ്കിലുണ്ടാവും, അതിൻ്റെ അടുത്ത വർഷം അവസാനിക്കുമ്പോൾ ഏത് റാങ്കിലുണ്ടാവും എന്ന് 2-3 കൊല്ലം അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ റാങ്ക് കാണാതെ പഠിച്ച് അതിന്റെ വേഗത മനസ്സിലാക്കണം. 4 കാര്യങ്ങൾ. അടുത്ത 5-ാമത്തെ കാര്യം, മൊബൈൽ ആപ്ലിക്കേഷനും അതുപോലെ വെബ്സൈറ്റും കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനും അതുപോലെ വെബ്സൈറ്റ് വഴി മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനും നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ID ക്രിയേറ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് ഏതൊരാൾക്കും ഒരു കസ്റ്റമർ ID ഉണ്ടാക്കി കൊടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, മറ്റുള്ളവരുടെ ID പരിശോധിച്ച് അവരുടെ പോരായ്മകൾ എന്താണ്, അവരുടെ അടുത്ത അച്ചീവ്മെന്റിലേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിക്കുക. 8-ാമത്തെ കാര്യം, മെയിൽ അയക്കാൻ പഠിക്കുക, എല്ലാ ഡോക്യുമെന്റ്സ് ക്ലിയർ ചെയ്ത് അവർക്ക് ഇൻകം റിലീസ് ചെയ്യുക. ഇങ്ങനെ ഒരു 8 കാര്യങ്ങൾ, ബേസിക് ആയിട്ട് 8 കാര്യങ്ങൾ പഠിക്കുക. ഇതിൽ ഏത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്, ഏതൊക്കെ അറിയില്ല? അറിയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലൈനോട് ചോദിച്ച് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത, ലീഡേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷെ നേരെ മറിച്ച് എനിക്ക് പഠിക്കണം തോന്നി പഠിക്കുകയാണെങ്കിൽ അത് പ്രാക്ടീസ് വരും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ, കോഴിമുട്ട തല്ലി പൊട്ടിച്ച ആംപ്ലേറ്റ് ആക്കാൻ പറ്റും, കോഴിമുട്ട ഉള്ളുന്ന് പൊട്ടിയാൽ ജീവൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ജീവനുള്ള ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ഉള്ളുന്ന് പൊട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്ന രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളായിട്ട് മാറുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ റാങ്കുകൾ 10 റാങ്കുകളാണ് നമുക്കുള്ളത്. ആ 10 റാങ്കുകളെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ആ 10 റാങ്കിനെ മാത്രം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് റാങ്കുകളുണ്ട്, ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. ആ ഒരു ആദ്യത്തെ 10 റാങ്കുകളെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഈ 10 റാങ്കിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചാലുള്ള ഗുണം, കമ്പനി റാങ്കിലാണ് ടീം കോർഡിനേറ്റർ 30,000 രൂപ ടോട്ടൽ വരുമാനം കിട്ടിയ റാങ്ക് ആദ്യത്തെ റാങ്ക് ആണെങ്കിൽ, ഈ 10-ാമത്തെ റാങ്കിന്റെയും 9-ാമത്തെയും 10-ാമത്തെ റാങ്കിന്റെ പ്രത്യേകത, ITC WTC റാങ്കിന്റെ മുകളിലേക്കുള്ള പ്രത്യേകത, ആഴ്ചയിൽ 2,10,000 കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള റാങ്കാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ റാങ്കിൽ എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു 10 റാങ്കുകൾ മറികടന്ന് പോയാൽ മതി എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആക്കം കിട്ടും, ഓടാൻ ഒരു ആവേശം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്റെ റാങ്ക് പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോ 10 റാങ്കുകളാണ് കണ്ടിന്യൂസ് 2,10,000 എത്തണമെങ്കിൽ ഞാൻ 8-ാമത്തെ റാങ്കിൽ എത്തി എന്നുള്ളതാണ് എന്റെ സന്തോഷം. അപ്പൊ 8 റാങ്കുകൾ എത്തി, ഇനി 2 റാങ്ക് കൂടി എനിക്ക് മറികടക്കണം വളരെ പെട്ടെന്ന് എന്നുള്ള ആവേശം. 8 റാങ്ക് മറികടന്ന് എനിക്ക് 2 റാങ്ക് മറികടക്കുക എന്ന് പറഞ്ഞാൽ ഈസിയാണ് എന്ന രീതിയിൽ കണ്ടുപോകാനും എന്റെ എന്താ പറയാ, എനിക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ITC WTCയോട് കൂടി നമുക്ക് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് 2,10,000 ആണ് നമ്മൾ വിജയിച്ച ലീഡേഴ്സിനെ ഒക്കെ കണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ആ രീതിയിലേക്ക് ഒരു കണ്ടിന്യൂസ് സീലിംഗ് അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ, ആഴ്ചയിൽ 2,10,000 എല്ലാ ആഴ്ചയും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എല്ലാവരും ആ തരത്തിൽ ആ ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാകുക. കഷ്ടപ്പെട്ടവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു മന്ത്രം മനസ്സിൽ വെക്കുക, കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും, കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും, കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടും. ആ ഒരു മനസ്സിൽ ആ മന്ത്രം വെച്ച് പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടൊക്കെ അല്ലെ നമുക്ക് പാരച്യൂട്ട് പോലെ കൊണ്ടുപോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല, വീട്ടിൽ അത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ കമ്പനിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ എൻഗ്രാഫിലൂടെയാണ് പോകുന്നത് എന്ന്. എന്താണ് എൻഗ്രാഫ്? എൻഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് നന്നായിട്ട് ഇടും, പക്ഷെ റിസൾട്ട് ഇല്ലാതെ തോന്നും. പക്ഷെ പിന്നീട് ഈ എഫേർട്ട് കുറയുമ്പോഴാണ് ഇവിടെ ഇൻകം കിട്ടുന്നത്. കാരണം ടീം ഇവിടെ സെറ്റ് ആവുന്നതനുസരിച്ച് നമ്മൾ എഫേർട്ട് കുറയുകയാണ്. ടീം സെറ്റ് ആവുന്ന എഫേർട്ട് കുറയുമ്പോൾ, എഫേർട്ട് കുറഞ്ഞാലും അൺലിമിറ്റഡ് ഇൻകം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു സിസ്റ്റമാണ് എൻഗ്രാഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു എൻഗ്രാഫ് ത്രൂ ആണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് തന്നെ ബിസിനസ് ചെയ്യുക. ഈ ഒരു വലിയ മാറ്റത്തിന് നിങ്ങൾ എല്ലാവരും തയ്യാറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു പണി തുടങ്ങിയാൽ അവസാനം കണ്ടേ നിർത്തൂ എന്ന ശീലം എല്ലാവർക്കും നല്ലതാണ്. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും പോലെ തന്നെ 702 ആളുകളാണ് ഇപ്പോൾ എന്നെ കേൾക്കുന്നത്. 700-ലധികം ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെ, ഇന്ന് 702 പേരേ ഉള്ളൂ. അപ്പൊ ഇവിടെയാണ് ആളുകൾക്ക് ക്ഷമയില്ലാത്ത അവസ്ഥ, സാഹചര്യം കൊണ്ടും ആയിരിക്കട്ടോ. ഉദാഹരണം ചുമ്മാ വിചാരിക്കുകയാണ് നമ്മൾ,
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പണി തുടങ്ങി അതിന്റെ അവസാനം കണ്ടേ നിർത്താവുള്ളൂ. ചില ശീലങ്ങൾ ജീവിതത്തിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞാൻ എൻ്റെ ചില ശീലങ്ങളിൽ പറയാം. ഒന്ന്, എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയെ സഹായിക്കും. അമ്മയെ അടിച്ചു വരാൻ സഹായിക്കുമ്പോൾ അടിച്ചു വാരി എല്ലാവർക്കും ശീലമുണ്ട്, ബാക്കി നിങ്ങൾ അങ്ങ് അടിച്ചോ എന്ന് പറഞ്ഞങ്ങാണ്ട് കൊടുക്കും അല്ലെ. നമ്മൾ എന്ത് പണിയെടുക്കുമ്പോൾ പാതി വെച്ച് പോകുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നും ഒരു നിർത്തുക. നിങ്ങൾ എന്ത് പണി തുടങ്ങിയാലും അതിന്റെ അവസാനം കണ്ടേ നിർത്തൂ. ആ അടിച്ചു വാരാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരി കൂട്ടി വാരിയിട്ട് മാത്രമേ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ പാടുള്ളൂ. അപ്പൊ എന്തൊരു പണി തുടങ്ങിയാലും അതിന്റെ അവസാനം കണ്ടേ നിർത്തൂ എന്നൊരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടനീളം നിങ്ങളുടെ ജീവിതത്തിൽ അത് ബാധിക്കുകയും തീർച്ചയായിട്ടും മൈ ലൈഫ് സ്റ്റൈലിൽ അങ്ങ് എൻഡ് വരെ നിങ്ങൾക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ചില ശീലങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കട്ടെ. അപ്പൊ ഇനി ആരും തന്നെ വിട്ടുപോകാതെ അവസാന ഘട്ടം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഓരോ നിമിഷവും പ്രതിജ്ഞ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ നമ്മൾ പറയും പോലെ ഞാൻ എന്നും എന്നെ കളിയാക്കാറുണ്ട് ആളുകൾ ഞാൻ പറയുന്ന ഒരു വേർഡ് കാരണം. ആക്കാം നോക്കാം എന്ന ഏർപ്പാടില്ല. യെസ് ഓർ നോ. ഒന്നെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ പണി നിർത്തിയേക്കുക. കാരണം അങ്ങനെ ഉറച്ച തീരുമാനമായിട്ട് പോകണം. നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിച്ചിട്ട് ഒരാളും മൈലേജ് ചെയ്യരുതെന്നാണ് ഞാൻ പൊതുവെ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഉറച്ച തീരുമാനമായിട്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ കാണുക, ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവരും സ്ട്രോങ് ഡിസിഷനോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അച്ചീവറായിട്ട് മാറാൻ സാധിക്കും. എന്നും ഞാൻ എൻ്റെ ദൈവമായിട്ട് കാണുന്ന വ്യക്തിയാണ് ധനീഷ് മാധവൻ സാർ. കാരണം ഈ ഒരു ഫാമിലിയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ക്ഷമയാണ് ഭവനേഷ് എന്ന വ്യക്തി ജനിച്ചത്. അദ്ദേഹം CTC റാങ്ക് ലീഡറാണ്. അദ്ദേഹത്തിന് അതേ റാങ്കിലോട്ട് അദ്ദേഹം എന്നെയും CTC ലീഡർ ആക്കിയതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം ആ ഒരു ഒരുമിച്ച് വളരാൻ പറ്റുന്ന ഒരു മേഖല, ആദ്യം ഒന്നൊരു മെച്ചം രണ്ടാമത് അങ്ങനെയൊന്നുമില്ല, തീർച്ചയായും ഒരുമിച്ച് വളരാൻ പറ്റുന്ന മേഖല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഒരു ലീഡറാണ് എന്റെ സപ്പോർട്ട് ലീഡർ. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദിയും കടപ്പാടും അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. കാരണം 2 വർഷക്കാലം അദ്ദേഹത്തോട് ഞാൻ നോ പറഞ്ഞ് മാറി നിന്ന വ്യക്തിയാണ്. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ബിസിനസ്സിലോട് കടന്നു വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷമയും അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നു ഇന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ കാരണം. എന്നെ കൊണ്ടുവരുന്നത് അദ്ദേഹം ഈ വീട്ടിൽ നിന്നാണ്. പിന്നെ ഒരുപാട് പ്രയാസങ്ങളുള്ള എൻ്റെ വീട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ്സിലോട്ട് ഇത്ര ആവേശത്തോട് ഇത്ര എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറായെന്ന് വെച്ചാൽ എനിക്കും ഉണ്ട് ഒരു കഥ പറയാൻ, ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീടാണത്. അമ്മേൻ്റെ വീടും മറ്റൊരു പ്രദേശത്താണ്. അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങള് ഈ വീട്ടിൽ നിന്ന് അച്ഛൻ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ സിറ്റുവേഷന്റെ സമയത്ത് അച്ഛൻ വീട് പൂട്ടി പോയ സമയത്ത് ആ ഇടതുഭാഗത്ത് കാണുന്ന ആ ഷെഡിൽ, ചായച്ചു കെട്ടിയ ഷെഡിലാണ് അമ്മ ഞങ്ങളെ നോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റുന്ന പിക്ചറല്ല ഈ വീട്. അങ്ങനെ പൂട്ടിക്കിടന്നൊരു വീടാണ് പിന്നീട്. അപ്പൊ ആ വീടിന്റെ തിണ്ണയിൽ പാവിരിച്ച് കിടക്കുന്ന സിറ്റുവേഷൻ ഒക്കെ എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് വളരെ കഷ്ടപ്പെട്ട് വളർന്നുകൊണ്ട് തന്നെ അമ്മ വീട്ടുപണിക്ക് പോയിട്ടാണ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വളരുന്നതിനനുസരിച്ച് അമ്മയ്ക്ക് ചെലവ് കൂടുമ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും വലിയ പണിയിലേക്ക് ഏർപ്പെട്ടു. കരിങ്കൽ കോറിയിലും മിഷൻ കൽക്കോറിയിലും ഒക്കെ അമ്മ പണിക്ക് പോയി. അപ്പൊ എനിക്കിങ്ങനെ പ്രായം കൂടി നല്ല ആരോഗ്യമുള്ളവനായിട്ട് വരുന്നതിനനുസരിച്ച് അമ്മയുടെ ആരോഗ്യം കുറയുകയും ചെയ്യുകയാണ്. ആ സമയത്ത് എനിക്കിങ്ങനെ വളരെ പ്രയാസം, 26 വയസ്സായിട്ട് പോലും അമ്മയോട് കൈ നീട്ടേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായി. ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി. എന്റെ എടുത്തുചാട്ടം, എന്റെ സ്വഭാവം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കണം എവിടെ എനിക്ക് ക്ലിക്കാവാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം എനിക്ക് പൊതുവായിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വഭാവം കാരണം എനിക്ക് എവിടെയും ക്ലിക്കാൻ പറ്റില്ല. പക്ഷേ മൈലേജിൽ ട്രെയിനിങ് പ്രോഗ്രാമാണ് എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഞാൻ ആറ്റിറ്റ്യൂഡ് വലിയ ലെവലിൽ മാറ്റം മൈലേജിൽ വന്ന് ഇതിൽ വലിയൊരു മാറ്റം ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അമ്മയാണ് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ വല്ലാത്തൊരു വികാരമാണ് എനിക്ക്. കാരണം അമ്മയുടെ ആ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ അമ്മയാണ് എന്നെ തീർച്ചയായും എൻ്റെ എല്ലാം എൻ്റെ അമ്മയാണ്. അപ്പം അമ്മേന്റെ എന്താ പറയാ ഇഷ്ടമാണ്. പിന്നീട് ഞാൻ ഈ ബിസിനസ് രക്ഷപ്പെട്ടാൽ എൻ്റെ അമ്മ സന്തോഷിക്കുന്ന സന്തോഷത്തിലാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ. എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് സ്റ്റേറ്റ് അവാർഡ്, ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് സ്കൂൾ തലത്തിൽ എനിക്ക് കിട്ടി, സ്റ്റേറ്റ് ലെവലിൽ കിട്ടി. ആ ഒരു അവാർഡ് കിട്ടിയ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം എൻ്റെ അമ്മയാണ്. അമ്മയുടെ കണ്ണിലെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരു മകൻ ഒരു തരത്തിൽ വിജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മ സന്തോഷിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ്. അപ്പൊ അതിനുവേണ്ടി അവസരങ്ങൾ ഒരുപാട് തേടി നടന്നു. അങ്ങനെ കയ്യിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മൈലേജിൽ മദർ കമ്പനിയിൽ. ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട്. 17 വയസ്സ് മുതൽ +2 പഠിക്കുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗിലേക്ക് മൈലേജിലെ മദർ കമ്പനിയിലേക്ക് വന്ന് ആ സമയത്ത് വലിയൊരു പ്രയാസം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇല്ലാത്തൊരു കാലഘട്ടം വന്ന സമയത്ത് പോലും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിന്നീട് ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്ന് ഈ മാനേജ്മെന്റിന്റെ പവർ ഒന്നുകൊണ്ട് മാത്രം തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് റിജോയിൻ ചെയ്യാനും ഇന്നിപ്പോ അന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ ഇന്ന് നേടിയെടുക്കാനൊക്കെ ഈ കമ്പനി നമ്മളെ സഹായിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ അമ്മയുടെ ഐഡിയിലൂടെയാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത്. കാരണം എനിക്ക് പാൻ കാർഡ് പ്രയാസം ഉണ്ടായിരുന്നു. പാൻ കാർഡ് എനിക്ക് പറ്റില്ല, അമ്മയുടെ പേരിലായിരുന്നു, ഒന്ന് ജോയിന്റ് ആയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്നൊക്കെ അങ്ങനെ ചെയ്ത് +2 പഠിക്കുന്ന സമയത്ത് വലിയ വരുമാനം വാങ്ങി വന്നതാണ്. പക്ഷെ ആ ഒരു പ്രതീക്ഷയൊക്കെ പോയ സമയത്ത് പിന്നീട് കമ്പനി തന്നെ
റീജോയിൻ ചെയ്ത ഒരവസ്ഥ ഉണ്ടായി. അത് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ലൈഫ് സക്സസ് അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ലൈഫ് വേണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. കല്യാണം കഴിക്കാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ഈ സാഹചര്യത്തിൽ ആരും തന്നെ പെണ്ണ് തരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കിട്ടാൻ വേണ്ടി പോയി ചോദിച്ചു. അവർ പറഞ്ഞു ഇപ്പൊ തരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി. പക്ഷെ പിന്നീട് മൈ ലൈഫ് കാരണമാണെന്ന് എനിക്ക് വലിയ ജീവിതം ഉണ്ടായ മൈ ലൈഫിലൂടെ ഞാൻ സക്സസ് ആവുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ആ വീട്ടിലോട് പോയി പറഞ്ഞു, ഞാൻ എന്തായാലും സക്സസ് ആവും, എനിക്ക് അവിടെ തരാൻ ഞാൻ പെണ്ണ് പറഞ്ഞു പോയിക്കോളാം. അവള് തരാമെന്ന് പറഞ്ഞ ആ സമയത്താണ് മൈ ലൈഫ് സ്റ്റൈൽ ജോയിൻ ചെയ്തത്. അവർ തരാമെന്ന് പറഞ്ഞ സമയത്ത് തന്നെ, അവർ തരാമെന്ന് പറഞ്ഞ 2017 തരാമെന്ന് പറഞ്ഞ ആ സമയം ഞാൻ മൈ ലൈഫ് സ്റ്റൈൽ ജോയിൻ ചെയ്യുന്നു. ഞാൻ കല്യാണം കഴിയുമ്പോൾ 12,000 രൂപ വരുമാനം വാങ്ങി മൈ ലൈഫിലൂടെ. ആ വാങ്ങി നിൽക്കുന്ന സ്ഥലത്ത് എന്റെ വിവാഹം വരുന്നത്. അങ്ങനെ ഞാനും വൈഫും ശക്തമായിട്ട് ഈ ബിസിനസ്സിൽ അത്രയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് പ്രവർത്തിച്ച് എറണാകുളത്ത് നിന്നുകൊണ്ട് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. എനിക്കൊരു മകള് ജനിച്ചു. ഇന്നിപ്പോ രണ്ടാമത്തെ വൈഫ് ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഇത് എൻ്റെ വൈഫിന്റെ ആദ്യത്തെ വളവിറ്റ് വാങ്ങിച്ച ഒരു സെക്കൻഡ് ബൈക്കാണ്. നല്ല മൈലേജ് ഓടാൻ തന്നെ തീരുമാനിച്ച് കണ്ടാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള ബജാജ് XUV വണ്ടി, എന്നെ സെക്കൻഡ് വണ്ടി നോക്കിയെടുത്തു. അങ്ങനെ ആ വണ്ടിയിലാണ് ശക്തമായിട്ട് നല്ല ഓട്ടം ഓടി, നല്ല ഹാർഡ് വർക്ക് എടുത്തു. എനിക്ക് ഏറ്റവും ആഗ്രഹം എൻ്റെ വൈഫിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ. അതുവരെ സെക്കൻഡ് മാത്രം വാങ്ങിച്ചിട്ടുള്ള എനിക്ക് ആദ്യത്തെ ഒരു പുതിയ വാഹനം എടുത്ത ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ വൈഫിനൊരു കോവിഡ് സമയത്താണ് ഞാൻ അവർക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആർക്കും ഇവിടെ പണിയില്ലാതെ പൈസ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാഹചര്യം നമുക്കുണ്ടായി. അതിനുശേഷം ഒരു സെക്കൻഡ് കാറിലോട്ട് നമുക്ക് മാറാൻ സാധിക്കുന്നു. കാരണം എൻ്റെ മകള് ജനിച്ച സമയത്ത് അവളെ വെയിൽ കൊള്ളിക്കുന്നതായിരുന്നു ആഗ്രഹം. അങ്ങനെ അതും മൈ ലൈഫ് സ്റ്റൈലിലൂടെ സാധിച്ചു. ഇതിനെല്ലാം വലിയ താങ്ക്സ് മൈ ലൈഫ് സ്റ്റൈലിന്. അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കളർ, എനിക്ക് റെഡ് കളർ വളരെ ഇഷ്ടമാണ്. ആ റെഡ് കളറിലുള്ള ഒരു കാർ വാങ്ങണം വലിയൊരു സ്വപ്നമായിരുന്നു. ആ ഒരു ടാറ്റ നെക്സോൺ എന്ന് പറയുന്ന ഒരു സേഫ്റ്റി ഫീച്ചർ ഒക്കെ ഉള്ള ഒരു വാഹനം, ഒരു ഫുൾ ഓപ്ഷൻ വാഹനം വാങ്ങിക്കാൻ, ഇനി പുതിയൊരു വാഹനം വാങ്ങിക്കാൻ, സെക്കൻഡ് കാർ വാങ്ങിച്ചെങ്കിൽ വാങ്ങിക്കാനും. അങ്ങനെ ഇന്നിപ്പോ താമസിക്കുന്ന ഒരു പ്രോപ്പർട്ടി, കോഴിക്കോട്ടെ ഒരു ലാൻഡ്മാർക്കിന്റെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നപ്പോൾ നല്ലൊരു ലൈഫ് സ്റ്റൈലിലോട്ട് 26ാമത്തെ വയസ്സിൽ ഒറ്റമുറി വീട്ടിൽ താമസിച്ച നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് കഴിഞ്ഞ 3-4 വർഷമായിട്ട് മൈ ലൈഫ് സ്റ്റൈൽ കാരണം തീർച്ചയായിട്ടും ഒറ്റമുറിയിൽ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന എന്റെ ലൈഫ് 26ാം വയസ്സിൽ ജീവിച്ചെങ്കിൽ 30ാമത്തെ വയസ്സിൽ താമസിക്കുന്നത് ഇങ്ങനെ ഒരു ലാൻഡ്മാർക്കിന്റെ പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ എനിക്ക് മൈലസ്റ്റൈൽ കാരണം സാധിച്ചു. ഇന്ന് എൻ്റെ തറവാട് വീട്ടില്, എൻ്റെ ഈ വീട്ടില് അമ്മയും പെങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ആ വീട് ഞാനൊന്ന് പുതുക്കി പണിതു. അത് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഫുൾ മൈ ലൈഫ് സ്റ്റൈലിന്റെ പൈസയാണ്. കാരണം ഒരു രൂപ പോലും കടമില്ലാതെ വീക്കിലി മൈ ലൈഫ് സ്റ്റൈൽ തരുന്ന വീക്കിലി ഇൻകം കൊണ്ട് മാത്രം ആ വീട് കുറേശ്ശെ പണി തീർത്തുകൊണ്ട് ഇന്നപ്പോൾ ഒരു രൂപ പോലും കടമില്ലാതെ ഒരു വീട് പണിയാൻ എനിക്ക്, വീട് പണിയാൻ പറഞ്ഞാൽ പണിത് കൊടുത്തതാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി വീട് പണിത് കൊടുത്തു. കാരണം അവൾക്കാരും ഇല്ല. അപ്പൊ എൻ്റെ അച്ഛനൊരു പെങ്ങളുണ്ട്, അവരും ഉണ്ട്, അവരുടെ ഉത്തരവാദിത്തം എന്റേതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ വീട് ഞാൻ, ഇതെല്ലാം കുറച്ചും കൂടി അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പണി പെയിന്റിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പിക്ചർ വെച്ചിട്ടില്ല. എന്തായാലും ഇങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ മൈ ലൈഫ് സ്റ്റൈലിന്, ഇതിനൊക്കെ മൈ ലൈഫ് സ്റ്റൈൽ താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ സാധാരണക്കാരനായി വന്ന എനിക്കൊരു ഇന്റർനാഷണൽ ടൂർ, കോടീശ്വരന്മാർ എങ്ങനെയാണ് ജീവിക്കുക എന്ന് പഠിപ്പിച്ചത് മൈ ലൈഫ് സ്റ്റൈലാണ്. തീർച്ചയായും എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് മൈ ലൈഫിനോടൊപ്പം. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ യാത്ര ഞാൻ ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ അടുത്ത എനിക്കൊരു ആഗ്രഹമുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ, എനിക്ക് ഫാമിലി ആയിട്ട് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് വിദേശത്ത്. അപ്പം ദുബായിൽ ഞാൻ കോടീശ്വരന്മാർ എങ്ങനെയാണ് ജീവിക്കുക എന്ന് കമ്പനി കാണിച്ചു തന്ന ഒരു സന്ദർഭമാണ് ഇത്. കമ്പനി മാനേജ്മെന്റ് അടുത്തറിയാനും നിഖിൽ ചന്ദ്രൻ സാറായിട്ട് അടുത്തറിയാനും, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കമ്പനി മാനേജ്മെന്റും സ്കിൽ ഇന്ത്യ എക്സാം എഴുതാൻ പോയ സമയത്താണ് മാർക്കറ്റിംഗ് KK രാജ് സാർ, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം കഴിഞ്ഞ ദിവസം എനിക്ക് കമ്പനി മാനേജ്മെന്റുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം, ഒരു അഭിപ്രായം പറയാനുള്ള ഒരു അവസരം കിട്ടിയത്. കാരണം വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണത്. ബോബി സാറിനോടും അതുപോലെ നമ്മുടെ അനീഷ് സാറിനോടൊക്കെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്, കമ്പനിയോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിന്. അതേപോലെ തന്നെ എനിക്ക് സ്കില്ലിന്റെ എക്സാം എഴുതി, അതിന്റെ ഇൻഡിവിജ്വൽ സെയിൽസ് പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി നമ്മൾ പാസ്സായി, എ ഗ്രേഡോട് പാസ്സായതിന് സർട്ടിഫിക്കറ്റ് ആണ്. അത് സ്കില്ലിന്റെ എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തരുന്നത്. അങ്ങനെ കമ്പനിയുടെ അടുത്തറിയാം ദുബായിൽ തീർച്ചയായും നമ്മുടെ കമ്പനിയുടെ MD പ്രവീൺ ചന്ദ്രൻ സാറും ആയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. കാരണം ഇങ്ങനെയൊരു ഒരിക്കലും സാധിക്കും നമ്മൾ വിചാരിച്ച കാര്യമല്ല. അത്രയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് എന്ന് സത്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ പരിചയപ്പെടലോട് എനിക്ക് നമുക്ക് മനസ്സിലാവുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം. ഇതിനും അത് ഏറ്റവും വലിയ സംഭവമാണ്. പക്ഷെ ഇതൊക്കെ ഞാൻ എപ്പോഴും ഇനി എത്ര അച്ചീവ്മെന്റ് ഉണ്ടാക്കിയാലും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന, എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, എനിക്ക് ഒരു വയസ്സുള്ള സമയത്ത്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയതായിരുന്നു എങ്കിൽ, ഇന്ന് ഏറ്റവും ദേഷ്യം എൻ്റെ അച്ഛനോടായിരുന്നു എങ്കിൽ, ഈ മൈ ലൈഫ് സ്റ്റൈൽ വന്ന് ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് അച്ഛനാണെന്നും അമ്മയാണെന്നും പഠിപ്പിച്ച മൈ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് കാരണം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ ഒരു കമ്പനിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും എൻ്റെ ശത്രുവായിട്ട് എൻ്റെ അച്ഛൻ മാറുമായിരുന്നുവെങ്കിൽ. ഇന്ന് മൈ ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ച പാഠം കൊണ്ട് മാത്രം എൻ്റെ അച്ഛനെ കൂട്ടിപ്പിടിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ മൈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ കാർ അച്ചീവറായിട്ട് മാറുമ്പോൾ എൻ്റെ അച്ഛൻ കാരണമാണ് ഞാനിങ്ങനെ ചെറിയ പ്രായത്തിലെ വലിയ അച്ചീവർ ആയതെന്ന് വിശ്വസിച്ചു. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം അച്ഛൻ നോക്കും എന്ന് പറഞ്ഞ് അച്ഛന്റെ
ചാരുമായിരുന്നു എന്ന്, അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് വിശ്വസിച്ചുകൊണ്ട് അച്ഛനെ സ്നേഹിക്കാൻ തയ്യാറാവുകയും അങ്ങനെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരികയും ഇന്ന് അച്ഛനും അമ്മയും കുട്ടികളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഒരു 3-4 കൊല്ലം ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. ആ 4 കൊല്ലാണെങ്കിൽ 40 കൊല്ലം ജീവിച്ച രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി അച്ഛനോടൊപ്പം ജീവിച്ചു. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് എൻ്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോഴും ഒരു മകൻ എന്ന രീതിയിൽ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന സ്നേഹവും, അച്ഛന് എൻ്റെ മകൻ നല്ലൊരു മകനാണെന്ന് പറയിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ ലോകത്തുനിന്ന് വിട വാങ്ങിയത്. എന്തായാലും അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. സന്തോഷത്തോടു കൂടിയാണ് അച്ഛനെ മരിച്ച സമയത്ത് അച്ഛൻ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കണ്ടത്. കാരണം അച്ഛന്റെ ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കരയേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും അച്ഛൻ എന്ന രീതിയിൽ അച്ഛനെ നോക്കാൻ സാധിച്ചത് വളരെയേറെ സന്തോഷം. അത് ഏത് കാലത്തും എത്ര വലിയ അച്ചീവർ ആയാലും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് സർവശക്തനോട് നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്ന ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. അപ്പം എല്ലാവരും നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മൈ ലൈഫിനെ സ്നേഹിക്കുക. മൈ ലൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ണും ഒരു തുള്ളി വെള്ളം വരാതെ എനിക്ക് ഇരിക്കാറില്ല. എപ്പോഴും എൻ്റെ വാക്കുകൾ ഇടറാറുണ്ട് മൈ ലൈഫിനെ കുറിച്ച് അവസരം കണ്ട് പറയുമ്പോൾ. കാരണം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് കാർ അച്ചീവ്മെന്റുകൾ, BMW, ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിൽ ഇനിയും നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ശക്തിയൊക്കെ സർവശക്തനെ ഈശ്വരൻ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെ നല്ലൊരു ഫാമിലി ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഹാപ്പി ഫാമിലി ഉണ്ടാവട്ടെ. ഐ ലവ് യു മൈ ലൈഫ് സ്റ്റൈൽ എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.